ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു നിമിഷം നമുക്ക് ശിരസ്സ് നമിക്കാം, പ്രാർത്ഥിക്കാം. അഖിലാണ്ടത്തെ തൻ്റെ ഉള്ളം കൈയാൽ ചമയ്ക്കുകയും അനുഗ്രഹത്തോടെ വഴി നടത്തുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവാം ദൈവമേ, നിനക്ക് സ്തുതി. തൻ്റെ ചങ്കിലെ ചോരയാൽ ഈ പ്രപഞ്ചത്തെ വീണ്ടെടുത്ത ഏകജാതനായ പുത്ര, നിനക്ക് വന്ദനം. സകല സത്യത്തിലും അനുഗ്രഹത്തോടെ അടിയങ്ങളെ വഴി നടത്തുന്ന പരിശുദ്ധരൂഹായാം ദൈവമേ, നിനക്ക് സ്തോത്രം. ഈ പരിശുദ്ധ ശ്ലീഹന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള ശ്രേഷ്ഠമായ നോമ്പിൻ്റെ ദിനങ്ങളിൽ വിവിധയിടങ്ങളിലായി നിൻ്റെ തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ കാംക്ഷയോടിരിക്കുന്ന എല്ലാ മക്കളെയും അദൃശ്യമായ ആണിപ്പഴുതുകൾ ആവസിപ്പിച്ച് തമ്പുരാനെ അവിടുന്ന് ആശീർവദിക്കണമേ. തിരുവചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ ദീപ്തമാക്കണമേ. ആമീൻ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധമായ ശ്ലീഹ നോമ്പിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള കാലമാണ്. സഭയുടെ ആരാധന ക്രമീകരണമനുസരിച്ച് 5 നോമ്പുകളിൽ പ്രാധാന്യത്തോടെ തന്നെ നാം അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ശ്ലീഹ നോമ്പിൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള സുദിനങ്ങളാണ്. പരിശുദ്ധ അപ്പോസ്തലന്മാരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ എത്ര ശ്രേഷ്ഠമായിരുന്നു അവരുടെ ജീവിതമെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ മർമ്മങ്ങളെ പകർന്നു തരുമ്പോൾ വാർത്താ മാധ്യമ സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയൊക്കെ പിൻബലമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഏത് ഭൂഖണ്ഡങ്ങളിലിരുന്നാലും ഞാൻ പറയുന്ന അതേ നിമിഷം എന്നെ കാണുന്നു, എന്നെ കേൾക്കുന്നു, ഇത് ശ്രവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. എന്നാൽ ശാന്തമായി നാം ഒരു നിമിഷം ചിന്തിച്ചാൽ മതി ശിഷ്യന്മാരുടെ ശ്രേഷ്ഠമായ ജീവിതാനുഭവത്തെക്കുറിച്ച്. ഒരുപക്ഷെ ഈ മാധ്യമ പിൻബലങ്ങളൊന്നുമില്ലാതിരുന്ന ഏകദേശം 2020 വർഷങ്ങൾക്ക് മുൻപ് ഗലീലയിലെ ഓളപ്പരപ്പിലൂടെ ഓടിയ കൊച്ചു നൗകയോടെ ചേർന്ന് തമ്പുരാൻ്റെ ഓരം പറ്റിയിരുന്ന വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതിരുന്ന കേവലം മുക്കുവന്മാരായിരുന്ന ശിഷ്യന്മാർ, അവരുടെ ഹൃദയസ്പന്ദനം, അവർ ഉരുവിട്ട വാക്കുകൾ എത്ര സുന്ദരമായിട്ടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും എല്ലാ ഭൂഖണ്ഡങ്ങളെയും അതിൻ്റെ അതിർവരമ്പുകളെയും ഒക്കെ കടന്ന് നമ്മുടെ കാതിൻ്റെ കർണപുകടങ്ങളിൽ എത്ര ശക്തമായിട്ടാണത് മറ്റൊലികൊള്ളുന്നത്. ഇത് മാത്രം മതി ശിഷ്യന്മാരുടെ മഹത്വം നമുക്ക് ഉൾക്കൊള്ളുവാനും ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടൊക്കെ. ഭയചകിതരായിരുന്നു വാസ്തവത്തിൽ അപ്പോസ്തലന്മാർ. അവർക്ക് മാനുഷ്യ ബലഹീനതകളൊക്കെ അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. പത്രോസിൻ്റെ ക്ഷിപ്രകോപവും വിശ്വാസത്തിൽ അല്പം ചാഞ്ചല്യം കാണിക്കുന്ന തോമസ് അപ്പോസ്തലനും ഒരുപക്ഷെ അവസാനം വല്ലാത്ത പ്രതിസന്ധികളിലേക്ക് എത്തിച്ചേർന്ന് ജീവിതം ഹോമിക്കേണ്ടി വന്ന യൂദയുടെയും ഒക്കെ ബലഹീനത നമുക്കറിയാം. എന്നാൽ ഈ ബലഹീനതകൾക്കൊക്കെ അപ്പുറമായി എന്തുകൊണ്ടാണ് അവർ ശ്രേഷ്ഠരായിട്ട് തീർന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ദൈവനിയോഗമനുസരിച്ച് പുത്രൻ തമ്പുരാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചുകൊണ്ട് വർദ്ധിത വീര്യത്തോടുകൂടി ലോകത്തിൻ്റെ അറ്റത്തോളം തമ്പുരാൻ്റെ സുവിശേഷവുമായി തമ്പുരാൻ്റെ അന്ത്യാഭിലാഷം നിറവേറ്റുന്നതിനു വേണ്ടി ശ്രേഷ്ഠതയോടുകൂടി ഭൂമിയുടെ അറ്റത്തോളം സഞ്ചരിച്ച ശിഷ്യന്മാരെയാണ് ഈ ശ്രേഷ്ഠമായ നാളുകളിൽ നാം ഓർക്കുകയും അനുസ്മരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആ പിതാക്കന്മാരുടെ ശ്രേഷ്ഠമായിട്ടുള്ള മധ്യസ്ഥത നമുക്ക് വാഴ്വിന് അനുഗ്രഹത്തിന് മുഖാന്തരമാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ആ കൃപ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഞാൻ ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് ശിഷ്യന്മാരുടെ ജീവിതാനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സംഘർഷപൂരിതമായിരുന്നു അവരുടെ ജീവിതം. സമസ്തവും വിട്ടെറിഞ്ഞ് തമ്പുരാൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരുപക്ഷെ ലൗകികമായ പ്രതീക്ഷകളൊന്നുമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ അതെല്ലാം തകിടം മറിയുകയാണ്. അവർക്ക് സർവസ്വവും സമസ്തവുമായിരുന്ന ഗുരുനാഥൻ നിർദാക്ഷിണ്യം ക്രൂശിൽ തൂക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ശൂന്യതാ ബോധമാണ് അവരെ ഭരിക്കുന്നത്. ഈ ശൂന്യത വാസ്തവത്തിൽ അതിൽ നിന്ന് കരകയറുവാൻ ഏറെ സമയം അവർക്ക് വേണ്ടി വന്നു. വാസ്തവത്തിൽ
വളരെ അനുഗ്രഹത്തോടെ ഒരുപക്ഷെങ്കിൽ അവർ ഭയചകിതരായിട്ട് വാതിലടച്ച് ഒന്നിച്ചിരിക്കുകയാണ്. വെളിയിലേക്ക് ഇറങ്ങുവാൻ പോലുമുള്ള അവരുടെ ഊർജം അവർക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ ആത്മാവിൻ്റെ അഭിഷേകം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അവർ ജീവൻ പോലും തൃണവൽഗണിച്ചുകൊണ്ട് പണയപ്പെടുത്തിക്കൊണ്ട് ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ആർജവത്വത്തോടു കൂടി ഇറങ്ങിത്തിരിക്കുന്ന ശിഷ്യ സമൂഹത്തെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ ചിന്ത ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ ആധ്യാത്മിക ശൈലി എന്താണ് എന്ന് കണ്ടെത്തുവാനുള്ള ഒരു എളിയ ശ്രമമാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ് ഞാൻ കുറിവാക്യമായിട്ട് എടുക്കുന്നത്. അവിടെ ഇപ്രകാരം വായിക്കുന്ന, എന്നാൽ രേഖ ചമച്ചു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്നു അവൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടിരുന്നു. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ നിലത്ത് 3 പ്രാവശ്യം മുട്ടുകുത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യും. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഇപ്രകാരമാണ് പ്രതിപാദിക്കുന്നത്. ശിഷ്യ സമൂഹത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ആത്മീയ ശൈലിയിലേക്ക് ഒന്ന് എത്തി നോക്കുവാനുള്ള ഒരു കുറിവാക്യമായിട്ടാണ് ഈ വേദഭാഗം ഞാൻ എടുത്തിരിക്കുന്നത്. പ്രതിസന്ധികളോടുള്ള പ്രതികരണ ശൈലികൾ എന്താണ്? ഇന്ന് ലോകത്തിലേക്ക് നാം ഉറ്റുനോക്കുമ്പോൾ വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. COVID-19 എന്ന് പറയുന്നൊരു സൂക്ഷ്മജീവി ലോകത്തെ വല്ലാണ്ട് വിറപ്പിച്ചിരിക്കുന്നൊരു കാലഘട്ടമാണിത്. വല്ലാത്ത ഭയാനകമായ പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ചരിത്രത്തിൻ്റെ വല്ലാത്തൊരു ദശാസന്ധിയിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് യാത്ര ചെയ്യുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് ഇന്ന് മനുഷ്യരാശിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു വശത്ത് നോക്കിയാൽ എന്തെല്ലാം സാമ്പത്തികമായ തകർച്ച വല്ലാതെ നമ്മുടെ ഈ കൊച്ചു ഭാരതത്തെ അലട്ടുകയാണ്. ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് റിസഷൻ ലോകമെമ്പാടും ബാധിച്ചപ്പോൾ പോലും ഭാരതത്തിൻ്റെ ഇക്കണോമിയെ ബാധിച്ചിരുന്നില്ല. വാസ്തവത്തിൽ ഡീമോണിറ്റൈസേഷൻ വന്നപ്പോഴും ഒരു പരിധിവരെ നാം പിടിച്ചു. എന്നാൽ ഈ ദീർഘമായ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞപ്പോൾ അന്തർദേശീയ തലത്തിൽ ഇത് കണക്ക് കൂട്ടിക്കൊണ്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ബിസിനസ് ടൈംസിൽ വന്നിട്ടുണ്ട്. ഫിച്ചും മൂഡീസുമൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ റേറ്റിംഗ് പറയുന്നത് മൈനസിലേക്ക്, നെഗറ്റീവിലേക്ക് എൻ്റെ ഇക്കണോമി വന്നിരിക്കുകയാണ്. ഒരുപക്ഷെ വിദൂരമല്ലാത്ത ഭാവിയിൽ ഭാരതം നേരിടുന്ന വലിയ പ്രതിസന്ധി, വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കുവാൻ കഴിയുന്നതിനൊക്കെ അപ്പുറമാണ്. വലിയ പ്രതിസന്ധിയാണ്. ഒരു പ്രതിസന്ധി അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബില്ല് കണ്ട് ഞെട്ടിപ്പോയ അനേക ആളുകളുണ്ട്. അതൊരു ഇലക്ട്രിക് ഷോക്കായിരുന്നു വാസ്തവത്തിൽ പലരെ സംബന്ധിച്ചിടത്തോളം. ഇന്ധനവില റോക്കറ്റ് കുതിക്കുന്നത് പോലെയാണ് വാസ്തവത്തിൽ ഓരോ ദിവസവും അത് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ശാന്തമായി ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു, ഭരണാധികാരികൾക്ക് ഇത്ര കണ്ട് ധാർഷ്ട്യം കൂടിയ ഒരു കാലഘട്ടം. അതിനെയും കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും ഒക്കെ എവിടെയും നോക്കിയാൽ അത് ആത്മീയ രംഗത്തും ഭൗതിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഒരുപോലെയാണ്. ഇത്ര കണ്ട് ധാർഷ്ട്യം വർദ്ധിച്ചിട്ടുള്ളൊരു കാലം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് വാസ്തവത്തിൽ. ഇനി മറുവശത്ത് നോക്കിയാൽ പ്രതിപക്ഷം ഇത്ര നിഷ്ക്രിയമായ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടൊരു കാലഘട്ടം ഒരിക്കലും നമുക്ക് കണ്ടിട്ടില്ല. ഒരു ചരിത്രത്തിൽ പോലും നമുക്ക് കാണുവാൻ പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു വിഭാഗമായിട്ട് പലപ്പോഴും ഇത് തീർന്നിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിലൊക്കെ സൂപ്പർ പവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എത്ര അഭിമാനത്തോടെയാണ് അമേരിക്കയും റഷ്യയുമൊക്കെ തല ഉയർത്തി നിന്നത്. എന്നാൽ ഈ അടുത്ത കാലത്ത് കണ്ടു, അമേരിക്കയുടെ പ്രധാനമന്ത്രി, അമേരിക്കയുടെ പ്രസിഡന്റ് 2 കൈയും മലർത്തിപ്പിടിച്ചുകൊണ്ട് നിസ്സഹനായിട്ട് നിൽക്കുന്ന കാഴ്ച. വളരെ നിസ്സഹായതയോടുകൂടി ലോകത്തെ അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഗോഡ് അലോൺ ക്യാൻ സേവ് അമേരിക്ക എന്നാണ് പറഞ്ഞു. അമേരിക്ക രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഒരുപക്ഷെ സൂപ്പർ പവറായിട്ടുള്ള ആളുകൾ പോലും വല്ലാതെ നിസ്സഹതയോടെ നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. UN എന്നും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ എത്ര അഭിമാനമുണ്ടായിരുന്നു. വളരെ നിസ്സഹായതയോടെ നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വാസ്തവത്തിൽ. അവിടെ നോക്കുമ്പോഴും ഞാൻ പറഞ്ഞു വരുന്നത്, ലോകത്തിൻ്റെ ഏത് കോണിൽ നോക്കിയാലും വല്ലാത്ത പ്രതിസന്ധി, മനുഷ്യൻ ഇത്ര കണ്ട് നിസ്സഹനായിട്ട് തീർന്ന ഒരു കാലഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടില്ല വാസ്തവത്തിൽ.
ആംഗലേയ സാഹിത്യത്തിലെ കുലപതി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നൊബേൽ പ്രൈസ് ജേതാവായ T.S. ഇലിയറ്റിൻ്റെ ദ വേസ്റ്റ് ലാൻഡിലെ സുന്ദരമായൊരു പ്രതിപാദ്യമുണ്ട്. അവിടെ പറയുന്നൊരു വാക്യം ഇതാണ്: ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് ഓഫ് ദി ഇയർ. T.S. ഇലിയറ്റിൻ്റെ വാക്കതാണെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ നാളെ കോരിയിടുന്നൊരു വാക്കുണ്ട്. അത് മറ്റൊന്നല്ല, The 2020 is the cruelest year in the history of the world. ലോക ചരിത്രത്തിൻ്റെ നാൾ വഴിയിൽ 2020 ഇത്ര ക്രൂരമായിരുന്നുവെന്ന് ഒരുപക്ഷെ രേഖപ്പെടുത്തുവാൻ പോവുകയാണ്. ലോകമെമ്പാടും പ്രതിസന്ധികൾ നിറഞ്ഞിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിലെ പ്രതിസന്ധി കണ്ടില്ലേ? ചൈനയിലെ റെഡ് ഡ്രാഗൺ വല്ലാണ്ട് രൗദ്രഭാവം പൂണ്ടു നിൽക്കുക. കേവലം ഒന്ന് നിശ്വസിച്ചപ്പോൾ തന്നെ 20ഓളം നമ്മുടെ രാഷ്ട്രസ്നേഹികളും രാജ്യസ്നേഹികളുമായ ഭടന്മാരെ കാലപുരിക്ക് അയച്ചു കഴിഞ്ഞവർ. ഒരുപക്ഷെ ഇത് നീണ്ടു നിന്നാൽ ഒരു 3ാം ലോകമഹായുദ്ധത്തിലേക്ക് പോലും വഴുതിപ്പോകുമോ എന്ന ഭയാശങ്കകളാണിന്ന് മനുഷ്യനുള്ളത് വാസ്തവത്തിൽ. അപ്പോൾ എല്ലാ രംഗങ്ങളിലും അന്തർദേശീയമായി നോക്കുമ്പോൾ, ദേശീയമായി നോക്കുമ്പോൾ, നമ്മുടെ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ, കുടുംബങ്ങളിലേക്ക് നോക്കുമ്പോൾ എവിടെയും വല്ലാത്ത പ്രതിസന്ധി നമ്മെ അലട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കുന്നത്. ഇവിടെയാണ് വാസ്തവത്തിൽ വേദ ചിന്തയിലൂടെ ഈ പ്രതിസന്ധികളോടുള്ള അനുഗ്രഹവും അനുകൂലവുമായ ഒരു പ്രതികരണ ശൈലിയെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നത്. പൗരസ്ത്യ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഈ പ്രതിസന്ധിയെ നേരിടുവാൻ അനുകൂലമായൊരു ശൈലി രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്രകാരമുള്ളൊരു ശൈലിയിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രേഖ ചമച്ചു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുന്നു. മാളികമുറിയുടെ കിളിവാതിൽ താൻ യെരൂശലേമിന് നേരെ തുറന്നിടുകയാണ്. താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ നിലത്ത് മുട്ടുകുത്തി 3 പ്രാവശ്യം പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്ന ദാനിയേലിനെയാണ് ഈ വേദഭാഗത്ത് നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നത്. പ്രതിസന്ധികളോടുള്ള പ്രതികരണ ശൈലികൾ തികച്ചും വ്യത്യസ്തമാണ് പലർക്കും. ലൗകികമായ ജീവിതാനുഭവങ്ങളിലേക്കൊക്കെ നാം കണ്ണ് ഓടിക്കുമ്പോൾ വ്യത്യസ്ത ശൈലികളിലാണ്. ഞാനും നിങ്ങളുമൊക്കെ വ്യക്തിജീവിതങ്ങളിൽ, കുടുംബജീവിതങ്ങളിൽ, സാമൂഹിക ജീവിതങ്ങളിൽ, സഭാജീവിതത്തിൽ ഏത് വിധത്തിലും ഏത് വിഷയങ്ങളിലും വ്യാപരിക്കുമ്പോഴൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സാധ്യതകളും സാഹചര്യങ്ങളുമൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അവലംബിക്കുന്ന ചില ലൗകിക മാർഗങ്ങളുണ്ട്. ഒന്ന്, ബുദ്ധിയിൽ നിന്നുള്ള ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ്. പല ആളുകളും ഞാനും നിങ്ങളുമൊക്കെ ഏത് വിഷയം വന്നാലും ശാന്തമായി ആദ്യം ചിന്തിക്കുന്നത് ബുദ്ധിയിൽ എന്താണ് അതിനുത്തരം. ഒരുപക്ഷെ കോവിഡ് ഈ പ്രപഞ്ചത്തെ അടിപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ ആദ്യം ഞാനും ചിന്തിച്ചതുമൊക്കെ ബുദ്ധിപരമായിട്ടാണ്. അതുകൊണ്ടാണ് 4, 3, 7 കേസുകൾ അവിടെയും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാം അടച്ചു പൂട്ടാനുള്ളൊരു തീരുമാനമാണ്. ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോവുകയായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും സോപ്പും വാഷിങ്ങും അതുപോലെ മാസ്കുമൊക്കെ ധരിച്ചുകൊണ്ട് ബുദ്ധിപരമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം. തീർച്ചയായിട്ടും ഞാനത് നിഷേധിക്കുന്നില്ല. ഒരു പരിധിവരെ അതിന് പരിഹാരം കണ്ടെത്തുവാനും വ്യാപനം തടയുവാനും ഒക്കെ അതിടയായി. ബുദ്ധിപരമായ ഉത്തരം എന്നാൽ ശാശ്വതമല്ല എന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ബുദ്ധിപരമായ ഉത്തരത്തിന് ഏറെ പരിമിതികളുണ്ട്. വാസ്തവത്തിൽ തമ്പുരാൻ്റെ ശിഷ്യന്മാർ പോലും ഇപ്രകാരം ചിന്തിച്ചിട്ടുള്ള ആളുകളാണ്. തമ്പുരാനോടൊപ്പമുള്ള പരസ്യ ശുശ്രൂഷ വേളയിൽ മരുഭൂമിയിൽ തമ്പുരാൻ ജനസഞ്ചയവുമായി ഇരുന്ന് സുവിശേഷം അറിയിക്കുമ്പോൾ ഇന്നത്തെ പോലല്ല. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ ദീർഘമില്ല. പക്ഷെ തമ്പുരാൻ്റെ സുവിശേഷ ശൈലികരതായിരുന്നു. അത് ദിവസങ്ങൾ, മണിക്കൂറുകൾ, ദിനങ്ങൾ ബഹുദിനങ്ങളായിട്ടൊക്കെ നീണ്ടുപോകുന്ന ശൈലികളാണ്. അപ്രകാരമുള്ള ഒരു സ്നിഗ്ധഘട്ടത്തെക്കുറിച്ച് തിരുവെഴുത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവരൊന്നിച്ചു കൂടുകയാണ്. പക്ഷേ ജനത്തെ തമ്പുരാൻ പിരിച്ചുവിടുന്നില്ല. 1 ദിവസം കഴിഞ്ഞു, 2-ാം ദിനം കഴിഞ്ഞു, 3-ാം ദിനത്തിലേക്കായപ്പോൾ ശിഷ്യന്മാർ പരിഭ്രാന്തിയിലായി. ഈ ജനങ്ങൾ പ്രതികരിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ശിഷ്യന്മാരാണ്. അപ്പോൾ അവർ ചിന്തിച്ച് എന്താ ഉത്തരം? അവരൊന്നിച്ചു കൂടിയിട്ട് ബുദ്ധിയിൽ നിന്ന് ഉത്തരം കണ്ടെത്തുകയാണ്. ബുദ്ധിയിൽ നിന്ന് കിട്ടിയ ഉത്തരം എന്താണ്? തമ്പുരാനോടൊരു ശുപാർശ ചെയ്യാം. എന്താ ശുപാർശ? ഇവരെ ഇനി ഇരുത്തരുത്, പിരിച്ചുവിടണം. വാസ്തവത്തിൽ ബുദ്ധിപരമായ ഉത്തരം ഇതാണ്. പരിഹാരത്തിന് വേണ്ടിയുള്ള ബുദ്ധിപരമായ ഉത്തരം പലപ്പോഴും ഇതുപോലെയുള്ളതാണ്. അത് പിരിച്ചുവിടുക, ജനങ്ങളെ അവിടെ നിന്ന് അകറ്റുമാറ്റുക.
ഈ പ്രതിസന്ധിക്ക് താൽക്കാലികമായൊരു ശമനമോ പരിഹാരമോ ഉണ്ടാകുവാനുള്ള ഒരു ശ്രമം മാത്രമേ അതിലൂടെ ലഭിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ പരിണിതഫലം എന്താണെന്ന് തിരുവചനം നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. തമ്പുരാൻ പ്രതിവചിച്ച വ്യത്യസ്തമാണ്. അവരെന്ത് ഒഴിവാക്കുവാൻ വേണ്ടി തമ്പുരാൻ്റെ സന്നിധിയിൽ ശുപാർശയുമായി ചെയ്തോ അതിന് വ്യത്യസ്തമായ ഒരു പ്രതികരണമാണ് തമ്പുരാനിൽ ലഭിക്കുന്നത്. നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഒരുപക്ഷെ ആ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള ഭയാശങ്കയാണ് ജനത്തെ ഒഴിച്ചുവിടുവാനുള്ള ബുദ്ധിപരമായൊരു പരിഹാരവുമായി ശിഷ്യന്മാർ കർത്താവിനെ സമീപിക്കാനിടയായത്. പക്ഷേങ്കിൽ തമ്പുരാൻ്റെ മറുപടി കേട്ടപ്പോൾ വല്ലാത്ത പ്രതിസന്ധിയിലാകുകയാണ്. രണ്ടാമത് വീണ്ടും അവർ കൂടുകയാണ്. രണ്ടാമത്തെ ചിന്ത, എന്താ പരിഹാരം? ഞാനും നിങ്ങളുമൊക്കെ അവലംബിക്കുന്ന രണ്ടാം മാർഗമുണ്ട്. അതും പണത്തിൽ ആശ്രയിച്ചുകൊണ്ട്. കയ്യിലുള്ള കാശ് ചില ചെറുപ്പക്കാരൊക്കെ മുഷ്ടി ചുരുട്ടി വെച്ചിട്ട് പറയാറുണ്ട്, 4 തലമുറയ്ക്കുണ്ണാൻ നേടിയിട്ടുണ്ട് എൻ്റെ പിതാക്കന്മാർ, അല്ലെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നേടിയത് ഒരു പനി മാറ്റാനില്ലെന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ? കൊച്ചു പനിയല്ലേ വാസ്തവത്തിൽ ഈ മനുഷ്യനെ മുഴുവൻ ഈ കാലപുരിക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പനി മാറ്റാനില്ല നിൻ്റെ അധ്വാനം, പരിശ്രമം. ഇവിടെയും ശിഷ്യന്മാരത് ചിന്തിച്ചു. അവർ കീശയിൽ തപ്പി നോക്കുകയാണ്. അവസാനം ഉത്തരം കണ്ടെത്തി. ആകെ 300 കാശുണ്ട്. തൻ്റെ മുമ്പിലിരിക്കുന്ന ജനസഞ്ചയത്തെ നോക്കുമ്പോൾ ഇതൊന്നുമില്ല വാസ്തവത്തിൽ. ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് അൺലിമിറ്റഡ് കൺസ്യൂമേഴ്സ്. ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ, ലോകത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ പ്രതിസന്ധിയായത് വാസ്തവത്തിൽ. നമ്മിലെ വിഭവം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നാച്ചുറൽ വിഭവങ്ങളാണെങ്കിലും മറ്റെല്ലാ വിഭവങ്ങളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇന്ന് ഭാരതവുമല്ല ലോകം തന്നെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പട്ടിണിയാണ് ഇനിയും വരുന്ന വർഷങ്ങളിൽ വാസ്തവത്തിൽ. അതുകൊണ്ട് കാരണം പ്രൊഡക്ഷൻ എവിടെയും ഇല്ല, ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവിടെ റിസോഴ്സസ് കുറവാണ്, അത് കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാലൻസ് തെറ്റുമ്പോഴാണ് ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീഴുന്നത്. ശിഷ്യന്മാർ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഒരു ചെറിയ ജനസഞ്ചയം, ചെറിയ അവരുടെ റിസോഴ്സ്, ആകെ അവർക്ക് ഉള്ള കാശ് 300 കാശ്, അതുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരാകെ പരിഭ്രാന്തിയിലാവുകയാണ് വാസ്തവത്തിൽ. വീണ്ടും അവർ ചിന്തിച്ചു, എന്താ അതിനൊരു പരിഹാരം? അവിടെയാണ് അവർ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പോൾ വരുന്നില്ല. വീണ്ടും ലോകത്തിൻ്റെ ചിന്തയിൽ പ്രശ്നപരിഹാരത്തിന് ചില നിമിഷങ്ങളെങ്കിലും വല്ലാത്ത വൈകാരികമായൊരു പ്രതികരണ ശൈലി അവലംബിക്കുന്ന ആളുകളുണ്ട്. ഈ അടുത്ത കാലത്ത് കേരളത്തേക്ക് ഞെട്ടിച്ച സംഭവം നമുക്കറിയാം. ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുന്ന നല്ല സുപ്രഭാതമല്ലേ അത്? ഒരു കൊച്ചു പെൺകുട്ടി, കേവലം 14 വയസ്സ്, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മലപ്പുറം വളാഞ്ചേരി പ്രദേശത്തുള്ള ദേവിക എന്ന് പറയുന്നൊരു കൊച്ചു പെൺകുട്ടി. ഒരുപക്ഷെയെങ്കിൽ ഇന്നത്തെ ആധുനിക സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ചുള്ള പഠനശൈലിയിൽ അവൾക്ക് മുന്നേറിപ്പോകുവാനുള്ള സാധ്യതകൾ അടയുന്നുവോ എന്ന ആശങ്ക മൂലം അവൾ ആത്മഹത്യ ചെയ്യുകയാണ് വാസ്തവത്തിൽ. എത്ര പ്രതിസന്ധി നിറഞ്ഞൊരു ലോകമാണ് ഇവിടെയാണ്. ആത്മഹത്യ കൊണ്ട് പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ വാസ്തവത്തിൽ? ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമാണോ? വലിയ കൊടീശ്വരനായിട്ടുള്ള ഒരാളിനെ നാം അടുത്ത സമയത്തുണ്ട്. ബോളിവുഡിലൊക്കെ തിളങ്ങി നിന്ന ഒരു താരമായിരുന്നു വാസ്തവത്തിൽ, സുശാന്ത് എന്ന് പറയുന്ന. വളരെ സുന്ദരമായിട്ട് ജീവിക്കാൻ ഏറെ സാധ്യത. അദ്ദേഹം കേരളത്തിൽ പ്രളയമുണ്ടായ വേളയിൽ 1 കോടി രൂപ സംഭാവന ചെയ്ത ആളാണ്. അപ്പോൾ സമ്പത്തിൻ്റെ കുറവില്ല, സ്ഥാനത്തിൻ്റെ കുറവില്ല, അദ്ദേഹത്തിൻ്റെ ആ സാധ്യതകളുടെ കുറവുകളൊന്നുമില്ല. പക്ഷേങ്കിൽ ഒരു ദുർബല നിമിഷത്തിലെടുത്ത തീരുമാനം ആ ജീവൻ ഹോമിക്കപ്പെടുവാൻ തക്കോണമിടെ. അപ്പോൾ ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമാണോ? തിരുവചനത്തിലും ഇതിന് സമാനമായ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഏലിയാവ് പ്രത്യേകമായ ഒരു സ്നിഗ്ധഘട്ടത്തിൽ, ഒരു പ്രത്യേക ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് നാം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ബേർഷേബ മരുഭൂമിയിൽ നിന്ന് ഓടുകയാണ്. എന്താ ഓടാനുള്ള കാരണം? അവിടെ ഇസബേലിൻ്റെ ഒരു ഭീഷണിയാണ്. ഈ പ്രവാചകന്മാരെ ബാലിൻ്റെ പ്രവാചകന്മാരെ വാളിനിരയാക്കിയപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവരിൽ ഒരുവനെ പോലെയാക്കും ഞാൻ നിന്നെയും. ഭയപ്പെട്ടുകൊണ്ട്, പേടിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ ഓടുകയാണ്. അവസാനം പരീക്ഷീണതനായി ഒരു ചുരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുകയാണ്. ഒരു ദുർബല നിമിഷത്തിൽ അദ്ദേഹം ചിന്തിച്ചൊരു വാക്ക് വേദം സ്നേഹപ്പെടുന്നു, അങ്ങ് മരിച്ചാൽ കൊള്ളാമായിരുന്നു. ഒരുപക്ഷെ ആത്മഹത്യപരമായൊരു ചിന്ത പോലും പ്രവാചകനെപ്പോലും ഭരിക്കുന്നുവെന്ന് ഈ തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും പ്രതിസന്ധികളെ അതിജീവിക്കുന്ന, അല്ലെ തരണം ചെയ്യാൻ ശ്രമിക്കുന്ന ലൗകിക മാർഗങ്ങളുടെ പട്ടിക നാം പരിശോധിക്കുമ്പോൾ ചിലരെങ്കിലും ഒളിച്ചോട്ടം അതിന് പരിഹാരമായിട്ട് കാണാറുണ്ട്. ഒരുപക്ഷെ പ്രദേശം വിട്ടങ്ങ് പോകാം, എല്ലാം വിട്ടെറിഞ്ഞിട്ട് ആരും മനസ്സിലാക്കാത്ത ഇടങ്ങളിലൊക്കെ പോയി പാർക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. തിരുവചനത്തിലും 55-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ദാവീദിൻ്റെ സംഘർഷപൂരിതമായ ജീവിതത്തെക്കുറിച്ച് 1, 2, 3 വാക്യങ്ങളിൽ ശത്രുവിൻ്റെ ആരവം നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ ഉള്ളിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നുവെന്ന് സൂചിപ്പിക്കുന്നു.
അതിനുശേഷം ദാവീദ് പറയുന്ന ഒരു വാക്യമുണ്ട്, 5-6 വാക്യങ്ങളിൽ, പ്രാവിനെപ്പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, ഭൂമിയുടെ അറ്റത്ത് ചെന്നല്ല സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർക്കുമായിരുന്നു. ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ചിത്രം അവിടെ കാണുന്നു. ജീവിതത്തിൽ ഒളിച്ചോട്ടം പ്രശ്നത്തിന് പരിഹാരമാണ്. നീ എവിടെ ഒളിച്ചാലും നിൻ്റെ പിന്നാലെ നീ നേരിടുന്ന പ്രശ്നം നിന്നെ അനുധാവനം ചെയ്യും. അവസാനമായി നിന്നെ അടിമപ്പെടുത്തുമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം, വിശാലത നിനക്കുണ്ടാവണം. അതുകൊണ്ട് ഒളിച്ചോട്ടം ഒരിക്കലും ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല. വാസ്തവത്തിൽ വീണ്ടും ദാവീദ് ബലഹീനതയെ ചിന്തിക്കുന്ന ഒരു ചിന്ത 55-ാം സങ്കീർത്തനത്തിൻ്റെ പിന്നോട്ട് വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്. 9-ഉം 15-ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ ഗുരുതരമായൊരു ചിന്തയാണ്, വാസ്തവത്തിൽ വല്ലാത്തൊരു ചിന്തയാണ് ദാവീദിനെ ഭരിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവമേ അവരുടെ നാവുകളെ ചിന്തിക്കളയണമേ. 15-ാം വാക്യത്തിൽ പറഞ്ഞ് കുറച്ചുകൂടെ കടുത്ത, അവരെ മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് പോകട്ടെ. ശത്രുവിനെ നിഗ്രഹിക്കുവാനുള്ള ഒരു വാഞ്ചയാണ് അവിടെ ഭരിക്കുന്നത്. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ അത് ആത്മീയരംഗത്താണെങ്കിൽ പോലും ശത്രു നിഗ്രഹത്തിന് വേണ്ടിയൊക്കെ കാക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ ഇൻവെർട്ടർ കോമയിൽ ഇട്ടാലും തെറ്റുണ്ടോ എന്ന് സംശയമാണ്. ഞാൻ സംശയിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ പോലുമില്ലേ പലപ്പോഴും? എൻ്റെ ശത്രു നിഗ്രഹിക്കപ്പെട്ടാൽ എൻ്റെ യാത്ര സുഗമമാകുമെന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളില്ലേ? ഒരുപക്ഷെ ഒരു കാലത്ത് അത് രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നു. തങ്ങൾക്ക് വേലങ്ങൽപ്പാറയായി തടസ്സമായി വരാൻ സാധ്യതയുള്ളവരെ നിഷ്കാസനം ചെയ്യുന്ന വളരെ ഹീനമായ ശൈലി രാഷ്ട്രീയ മേഖലകളിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു പരിധിവരെ ആത്മീയ രംഗത്തിലേക്കും അതിൻ്റെ വ്യത്യസ്ത വേർഷനോടുകൂടി വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ആർക്ക് അതിനെ നിഷേധിക്കുവാൻ സാധിക്കും? അതുകൊണ്ട് ശത്രു സംഹാരമോ അതിന് പരിഹാരമല്ല. തൻ്റെ കൂടപ്പുറപ്പായി ജീവിത പങ്കാളിയായി കണ്ടെത്തിയ ഒരു കൊച്ചു പെൺകുട്ടിയെ പാമ്പിനെ പിട്ട് കൊന്ന ചരിത്രം നമ്മുടെ തൊട്ടു സമീപത്താണ്. ഉത്ര എന്ന പെൺകുട്ടിയെ, അഞ്ചലിനടുത്താണ് ആ ചെറുപ്പക്കാരൻ. ആ പെൺകുട്ടിയുടെ വീട് വാസത്തിൽ അഞ്ചലിനടുത്തും അവൻ അടൂരിനടുത്ത് പറക്കോട് സ്വദേശിയുമാണ്. എത്ര നിഷ്കരുണമാണ്! തൻ്റെ സുഗമമായ ജീവിതത്തെ കുറച്ചുകൂടെ ആർഭാടമാക്കുവാനോ ഉല്ലസിക്കുവാനോ വേണ്ടി താൻ ഒരുക്കിയ കെണി എത്ര നിഷ്കരുണമാണ്! അവനെ ഇല്ലായ്മ ചെയ്യുവാൻ എന്തേ മനുഷ്യനിപ്രകാരം ചിന്തിക്കുന്നു? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ലൗകികമായ ജീവിതശൈലികളിലെ പ്രതികരണ മാർഗങ്ങളാണ്. ഞാനും നിങ്ങളുമൊക്കെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ശൈലികൾ. അതെ, സമ്പത്ത് കൊണ്ട് പലതും നേടാമെന്നും നാം മുന്നേറാമെന്നും ഒക്കെ ശ്രമിക്കുന്ന ചിന്തകൾ, പ്രതിസന്ധികളെ അതിജീവിക്കാമെന്ന് കരുതുന്ന മാർഗങ്ങൾ, ഒളിച്ചോടുവാൻ ആഗ്രഹിക്കുന്ന, അതുപോലെ തന്നെ നാം ജീവിതം ഹോമിച്ചാൽ ഒരുപക്ഷെങ്കിൽ ആത്മഹത്യ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാണെന്ന് ചിന്തിക്കുന്ന മിഥ്യാബോധങ്ങൾ. വീണ്ടും നാം കാണുന്നത് ജീവിതത്തിൻ്റെ എനിക്ക് ശത്രുവായി തടങ്കൽപ്പാറയെ നിൽക്കുന്നവരെ നിഷ്കാസനം ചെയ്യുമ്പോൾ എൻ്റെ പാത സുഗമമാകുമെന്നൊക്കെ ചിന്തിക്കുന്ന ശൈലികൾ. ഇതൊക്കെ ലോകപ്രകാരമുള്ള മാർഗങ്ങൾ. ഇതൊന്നും ശാശ്വത പരിഹാരമല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. അങ്ങനെയെങ്കിൽ എന്താണ് പരിഹാരമാർഗം? അതാണ് വാസ്തവത്തിൽ ഈ വേദഭാഗത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് വിരൽ ചൂണ്ടുവാൻ തക്കോണം ഞാൻ ആഗ്രഹിക്കുന്നത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നതാ, രഥ ചമച്ചു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ തൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. തൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരൂശലേമിനെ തുറക്കുകയാണ്. താൻ നിലത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് പരിചിതമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ യെരൂശലേമിനെ ബാബിലോൺ കീഴടക്കുന്നുണ്ട്. അത് BC 6-ാം നൂറ്റാണ്ടിൽ നടക്കുന്നൊരു സംഭവമാണ്. വാസ്തവത്തിൽ അവിടെ യെരൂശലേമിനെ കീഴടക്കുമ്പോൾ അന്നത്തെ ശൈലി ഇതാണ്: ഒരു രാജ്യത്തെ കീഴടക്കി നശിപ്പിക്കണമെങ്കിൽ അവർ ഉന്നം വയ്ക്കുന്നത് അവരുടെ ആത്മീയ സ്ഥിരാകേന്ദ്രമാണ്. യെരൂശലേം ദേവാലയം തന്നെ നശിപ്പിക്കുകയാണ്. പൂജാപാത്രങ്ങളെല്ലാം അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. അവിടുത്തെ യൗവനക്കാരായ ചെറുപ്പക്കാരെയൊക്കെ പ്രവാസികളായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആലയം തന്നെ നശിപ്പിക്കുകയാണ്. ഈ രീതിയിലാണ് അവിടെ പ്രതികരിച്ചത്. അവർ ബാബിലോൺ അവരെ മുഴുവൻ നശിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ആത്മീയതയുടെ സ്ഥിരാകേന്ദ്രമായ യെരൂശലേമിനെ ഉന്മൂലനം ചെയ്യുകയാണ്. വാസ്തവത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് നെബൂഖദ്നേസറാണ്. പക്ഷേയെങ്കിൽ ഈ ദൈവത്തിൻ്റെ ആധ്യാത്മികതയുടെ സ്ഥിരാകേന്ദ്രമൊക്കെ ഉന്മൂലനം ചെയ്ത് ആവോളം വാഴാമെന്ന് കരുതിയെങ്കിൽ ദൈവകോപം നെബൂഖദ്നേസറിൻ്റെ മേൽ വരുന്നുവെന്ന് തിരുവചനം നമ്മെ ഭംഗിയായി, പ്രത്യേകിച്ച് 5-ാം അധ്യായം വായിക്കുമ്പോൾ, മൃഗതുല്യനായിട്ട് തീരുന്ന നെബൂഖദ്നേസറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെബൂഖദ്നേസർ മൃഗതുല്യനായിട്ട് പുല്ല് തിന്നുന്ന ഒരു വൈക്കോൽ തിന്നുന്ന കാളയെപ്പോലെ, മൃഗത്തെ പോലെ നഖങ്ങൾ നീട്ടി വളർത്തി എല്ലാം വൈകൃതമായിരിക്കുന്നൊരു മനുഷ്യനായിട്ട് തീരുന്ന, ശാപം പേറുന്നൊരു മനുഷ്യനായിട്ട് കാണുകയാണ്.
ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം വരുന്നത് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ബെൽശസ്സറാണ് വരുന്നത്. അപ്പൻ ശരിയല്ലേ, പിന്നെ മകൻ ശരിയാകുമോ? ഇവിടെ അപ്പനെ പോലൊരു മകനെയാണ് വീണ്ടും നാം കാണാൻ സാധിക്കുന്നത്. ബെൽശസ്സർ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ദിനത്തിലെ ചടങ്ങ് കണ്ടാൽ മതി. അദ്ദേഹത്തിൻ്റെ ധൂർത്തും അഹന്തയും അഹംഭാവവും അതിനെല്ലാം കൈയും കാലും വെച്ച അവസ്ഥയിലേക്ക് പ്രത്യേകിച്ച് നെബൂഖദ്നേസർ മകനായിട്ടുള്ള ബെൽശസ്സർ തീരുകയാണ്. അദ്ദേഹത്തിൻ്റെ രാജസന്നിധിയിലേക്ക് അദ്ദേഹം അവരോധിക്കപ്പെടുന്ന രാത്രിയിൽ തന്നെ വലിയ ഏകദേശം 1000 പേരടങ്ങുന്ന ഒരു വലിയ സത്സംഗത്തെയാണ് ദേശത്തെ അധിപന്മാരെല്ലാം കൂടെ കൂട്ടിവരുത്തുകയാണ്. വലിയ വിരുന്നൊരുക്കുകയാണ്. ആ വിരുന്നിൻ്റെ ചട്ടവട്ടങ്ങൾ ശ്രദ്ധിച്ചാട്ട് ദേവാലയത്തിൽ പൂജയ്ക്കെടുക്കുന്ന യെരൂശലേം ദേവാലയത്തിൻ്റെ പൂജാപാത്രങ്ങളിൽ വീഞ്ഞ് നുരഞ്ഞു പൊങ്ങിയ രാത്രിയാണ് അത്. വാസ്തവത്തിൽ വെപ്പാട്ടികളും വേശ്യകളെയും കൊണ്ട് ആനയിച്ച് അവരോടുകൂടെ അഴിഞ്ഞാടുന്ന രാത്രിയായിരുന്നു അത്. ദൈവം വെച്ച് പൊറപ്പിച്ചില്ല. സാധാരണ പറയാറുണ്ട് പലപ്പോഴും പ്രതികാരമൊക്കെ പിന്നാണെന്ന്. ഇപ്പല്ല, കൂടെയാണ് വാസ്തവത്തിൽ. ഇവിടെ നാം കാണുന്നത് അത്. ബെൽശസ്സറിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വരികയാണ്. ആ വലിയ മാളികയുടെ ചുവർഭിത്തിയിൽ പ്രത്യേകിച്ച് ബെൽശസ്സറിൻ്റെ ജഡ്ജ്മെൻ്റ് എഴുതുകയാണ്, ന്യായവിധി എഴുതുകയാണ്. തൻ്റെ കൊട്ടാരത്തിൻ്റെ ചുവരിൽ ഒരു തമ്പുരാൻ്റെ കൈപ്പത്തികൾ പതിയുകയാണ്. അവിടെ അവൻ്റെ ന്യായവിധി എഴുതുകയാണ്. എന്താ എഴുതിയത്? പ്രത്യേകിച്ച് വേദഭാഷയിൽ പറയുന്നുണ്ട്, അറമായ ഭാഷയിലാണെന്ന് സൂചിപ്പിക്കുന്നത്. മേനെ മേനെ തെക്കേലു ഫാർസീൻ 5-ാം അധ്യായത്തിൻ്റെ 24, 25, 26 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പ്രകാരമാണ്. മേനെ മേനെ തെക്കേലു ഫാർസീൻ. വാക്കിൻ്റെ അർത്ഥവും അവിടെ വിശദീകരിക്കുന്നുണ്ട്. യഹോവയായ ദൈവം നിൻ്റെ രാജത്വത്തിന് അറുതി വരുത്തിയിരിക്കുന്നു, നിന്നെ തുലാസിൻ്റെ തട്ടിൽ തൂക്കി നോക്കിയിരിക്കുന്നു, നിൻ്റെ രാജ്യത്വ സന്നിധിയിൽ നിന്നെ നിഷ്കാസനം ചെയ്തു മാറ്റുന്നു. അവനെ കുറവുള്ളവനായി കണ്ടിട്ട് അവനെ മാറ്റപ്പെടുകയാണ്. പ്രത്യേകിച്ച് താഴെ വായിച്ചു വായിക്കുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്ന ആ രാത്രിയിൽ അവൻ കൊല്ലപ്പെടുകയാണ്. ബെൽശസ്സർ ഈ ഭൂമുഖത്തു നീക്കപ്പെടുകയാണ്. മനുഷ്യൻ ദൈവത്തെ മറക്കുമ്പോൾ, ദൈവത്തിൻ്റെ മഹത്വത്തെ നഷ്ടപ്പെടുത്തുമ്പോൾ, ദൈവികമായ ശൈലിയിൽ നിന്ന് വേർതിരിഞ്ഞു പോകുമ്പോൾ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ എന്നെയും നിന്നെയും തൂക്കി നോക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മെ ഭരിക്കാറുണ്ടോ? തമ്പുരാൻ നമ്മെ തൂക്കി നോക്കുമ്പോൾ ഞാനും നിങ്ങളും കുറവുള്ളവരായിട്ട് കാണുന്നുവോ, നിറവുള്ളവരായി കാണപ്പെടുമോ? ഇത് ശാന്തമായി ആത്മശോധന ചെയ്യേണ്ടത്. ഈ പരിശുദ്ധ നോമ്പിൽ നാം ആത്മശോധനയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. ഞാനും നിങ്ങളും സ്വയം ആത്മശോധന ചെയ്യുമ്പോൾ പലപ്പോഴും പലതിനെക്കുറിച്ച് വാനോളം പുകഴുവാനുണ്ടാകും. പക്ഷേ എന്നെയും നിങ്ങളെയും പരിശോധിക്കും ദൈവമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം. തമ്പുരാൻ്റെ തുലാസിൻ്റെ തട്ടിൽ ഞാൻ നിറവുള്ളവനാണോ കുറവുള്ളവനാണോ ആത്മശോധന ചെയ്യുവാൻ തക്കവണ്ണം ഇടയാവട്ടെ. ഇവിടെ ബെൽശസ്സറിൻ്റെ കാലം കഴിയുകയാണ്. പിന്നീട് ദാരിയാവേശാണ് വരുന്നത്. ദാരിയാവേശ 62 വയസ്സുള്ള അല്പം വാർദ്ധക്യത്തിലേക്ക് പദമൂന്യ മനുഷ്യനാണ്. വലിയ ഭരണപരിഷ്കാരങ്ങൾ താൻ കൊണ്ടുവരികയാണ്. 4 അധിപന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. 120ഓളം അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ഭാഗ്യന്തരേണ ഈ പ്രവാസത്തിലേക്ക് വന്ന ദാനിയേൽ ഇതിൽ ശ്രേഷ്ഠനായൊരു അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. ഗതിയും പരഗതിയും ഇല്ലാതെ മനുഷ്യൻ നടക്കുമ്പോൾ ആർക്കും ഒരു ശത്രുതയില്ല. പക്ഷെ ഒരു സ്ഥാനത്തേക്കോ ഔന്നത്യമായൊരു പദവിയിലേക്ക് എത്തിച്ചേരുമ്പോൾ മനുഷ്യൻ ഏത് വിധേനയും അവനെ അടിച്ചമർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും ശ്രമിക്കുന്ന അസൂയയുടെ ഒരു വല്ലാത്ത ആൾരൂപമായി പിന്നീട് തൻ്റെ സഹപ്രവർത്തകർ മാറുകയാണ്. അതാണ് ചരിത്രത്തെ ഒന്ന് തിരിച്ചുവിടുകയാണ്. അവിടെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ദാനിയേൽ നേരിടുന്നത്. തനി സ്ഥാനത്തേക്ക് നാട്ടിൽ സാധാരണ പറയാറുള്ളൊരു ചൊല്ലുണ്ട്, ഞണ്ടിനെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ മൂടി കെട്ടേണ്ടെന്ന്. അതിൻ്റെ കാരണം മറ്റൊന്നല്ല, ഞണ്ടിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. മറ്റേത് മത്സ്യത്തെ കൊണ്ടുപോകുമ്പോൾ അതൊക്കെ മൂടി വെച്ചില്ലെങ്കിൽ അത് ചാടിപ്പാനിടുകയുണ്ട്. ഞണ്ട് ജീവനുള്ളതാണെങ്കിലും മൂടി കെട്ടേണ്ട. കാരണം ഒരു പടി മേപ്പോട്ട് കയറുമ്പോൾ മറ്റവൻ കാലെ പിടിച്ച് താഴെയിടും. ഇന്ന് സമൂഹത്തിൽ അത് രാഷ്ട്രീയത്തിലൊക്കെ ആയിരുന്നു പണ്ടുള്ളത്. ഇന്ന് രാഷ്ട്രീയത്തെ പോലും കിടപിടിക്കുന്ന ഇതുപോലെയുള്ള ചേഷ്ടകളാണ് ആധ്യാത്മീയ രംഗത്ത് പോലും കണ്ടുവരുന്നത്. ഇവിടെയാണ് ദാനിയേലിൻ്റെ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് കാണുന്നത്. ദാനിയേലിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തിക്കഴിഞ്ഞപ്പോൾ രാജാവിനവൻ പ്രീതിയുള്ളവനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, അവനെ സർവാധികാരിയാക്കുവാൻ രാജാവ് ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ, അത് തങ്ങളുടെ മുൻപോട്ടുള്ള സുഗമമായ പോക്കിന് തടസ്സമാകാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു ലാഞ്ചന വന്നപ്പോൾ അവർ കൂട്ടം കൂടുകയാണ്. അവനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്. എന്താ വഴി? സാധാരണ മനുഷ്യനെ താഴ്ത്തിക്കെട്ടുവാനും ഇല്ലായ്മ ചെയ്യാനും മനുഷ്യൻ അവലംബിക്കുന്ന 3 മാർഗങ്ങളുണ്ട്. ആ അക്ഷരം സാധാരണ W ആണ്. 1 വെൽത്ത്, 2 വൈൻ, 3 വിമൻ. സ്ത്രീകൾ ഒരുപക്ഷെ
മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളെ മുതലെടുത്ത് അധാർമികതയുടെ പിൻബലത്തോടുകൂടി മനുഷ്യനെ വീഴ്ത്തുന്ന ചില കെണികളുണ്ട്, ട്രാപ്പുകളുണ്ട്. നമ്മൾ കേരളം കണ്ടതാണ് ഹണി ട്രാപ്പൊക്കെ. ഈ ഹണി ട്രാപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, ഇന്ന് ആത്മീയ രംഗത്ത് പോലും ഒരുപക്ഷെ നാം ചിന്തിക്കുമ്പോൾ ഈ 3 ട്രാപ്പും ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ദാനിയേലിനെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ആരാഞ്ഞു. സാമ്പത്തിക അഴിമതി വല്ലതും ഉണ്ടോ? അവന് ധനം ഏതെങ്കിലും വിധത്തിൽ ആർജിച്ചിട്ടുണ്ടോ? അവൻ്റെ വഴിവിട്ടുള്ള ധനാപഹരണം ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അവിടെയെങ്ങും അവനെ വീഴ്ത്താനായിട്ട് സാധിച്ചില്ല. ഇത്ര കൃത്യതയോടുകൂടി, ട്രാൻസ്പെറൻസിയോടുകൂടി ജീവിച്ചൊരു മനുഷ്യൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ധനം തനിക്ക് മുഖ്യമല്ല, അതിനപ്പുറമാണ് ജീവിതമെന്ന് കണ്ടെത്തിയൊരു മനുഷ്യനാണ്. ഒരിക്കൽ പോലും ഇന്ന് പല രംഗങ്ങളിലും പല നേതാക്കളിലും വഴുതി വീഴുന്ന ഒരു കെണിയാണ് വാസ്തവത്തിൽ. ഏതെല്ലാം ഹവാലകളുടെ പിന്നാലെയാണ് ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇവിടെയാണ് ദാനിയേലിൻ്റെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാനിയേൽ സാമ്പത്തിക അതിക്രമങ്ങളോ സാമ്പത്തിക അഴിമതിയോ കറപുരളാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. രണ്ടാമത്, എന്തെങ്കിലും അധാർമികതയുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനതകളുള്ള മനുഷ്യനാണോ? പലതും നോക്കി ഒന്നും സാധിച്ചില്ല. ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ ഒത്തിരി ട്രാപ്പുകളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. ആധ്യാത്മിക രംഗത്ത് പരിശോധിച്ചാൽ പൗരോഹിത്യ പദവിയിലുള്ള ആളുകളെ ഇത്ര കണ്ട് പിച്ചിച്ചിന്തിയ ഒരു കാലഘട്ടം ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? അവിടെയൊക്കെ ബലഹീനതകൾ, മനുഷ്യൻ വല്ലാണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന, അവനെ വീഴ്ത്തുന്ന, അവനെ താഴ്ത്തിക്കളയുന്ന, അവനെ ഇല്ലായ്മ ചെയ്യുന്ന, അവൻ്റെ പദവികൾ നഷ്ടപ്പെടുത്തുന്ന ഒത്തിരി നേർക്കാഴ്ചകൾ ഞാനും നിങ്ങളുമൊക്കെ കാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. വാസ്തവത്തിൽ ദാനിയേലിനെ ശ്രദ്ധിച്ചു. അവൻ പ്രവാസിയാണ്, അവൻ അക്കൗണ്ടബിലിറ്റി ആരോടുമില്ല. വാസ്തവത്തിൽ അവൻ്റെ ബന്ധമോ സ്വന്തമോ ഒന്നും ആരില്ല. വളരെ ചെറുപ്പമാണവൻ. അവനെങ്ങനെയും ജീവിക്കാം, ആരോടും കണക്ക് കൊടുക്കണ്ട. എല്ലാ സാധ്യതകളും അധികാരത്തിൻ്റെ ആ സോപാനത്തിൽ നിൽക്കുമ്പോൾ അവനുണ്ട്. പക്ഷെ അതൊന്നും അവനെ സ്വാധീനിച്ചില്ല. ഒരിക്കലും അവൻ്റെ വ്യക്തിത്വത്തെ അത് ഹനിച്ചില്ല. താൻ ദൈവ മന്ദിരമാണെന്നുള്ള തിരിച്ചറിവ്, വിശുദ്ധി താൻ പാലിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം വളരെ ഭംഗിയായി ദാനിയേലിനെ ഭരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കെണിയൊരുക്കാൻ സാധിച്ചില്ല. വീണ്ടും നോക്കി, മദ്യാസക്തി ഒരിക്കലും അവന്, മദ്യാസക്തി മാത്രമല്ല, അവൻ്റെ ഭക്ഷണം പോലും ശാഖപദാർത്ഥങ്ങൾ, വെജിറ്റേറിയൻ ആയിരുന്നവൻ. അവൻ നോൺ വെജിറ്റേറിയൻ പോലും കഴിക്കില്ല. ഭക്ഷണത്തിൽ പോലും ആ രാജസൗഭാഗ്യങ്ങളുടെ ഒരു ഭക്ഷണം പോലും വേണ്ട എന്ന് തിരസ്കരിക്കുവാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ വിധത്തിൽ പോലും മദ്യാസക്തിയോ അല്ലെങ്കിൽ സ്ത്രീ ബന്ധത്തിലുള്ള ബലഹീനതകളോ സാമ്പത്തികം വഴിവിട്ടാർജിക്കുവാനുള്ള അഴിമതികളുടെ കറകളോ പുരളാത്ത ശുദ്ധമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് ദാനിയേൽ തീരുകയാണ്. ഈ ദാനിയേലിനെ വീഴ്ത്താൻ വരുന്ന വഴി പിന്നീടാണ് ഒരു ചിന്തിച്ചത്. വളരെ കുൽസിതമായിട്ടുള്ളൊരു മാർഗത്തിലൂടെ ദാനിയേലിനെ വീഴ്ത്താൻ ഒരു ശ്രമം നടത്തുകയാണ്. അവർ രാജസന്നിധിയിലേക്ക് ചെല്ലുകയാണ്, രാജാവിനെ പ്രീതിപ്പെടുത്തി. ഇന്നുമുണ്ടല്ലോ ഭരണാധികാരികൾക്കും ആത്മീയ നേതൃത്വസ്ഥാനികൾക്കും ഒക്കെ ഒത്തിരി ഉപദേശക സമിതികളുണ്ടല്ലോ. അങ്ങനെയുള്ളൊരു ഉപദേശകമായിട്ട് അവർ ചെല്ലുകയാണ്. അവർ വളരെ ശാന്തമായൊരു ശൈലിയാണ് പറയുന്നത്. അവർ വളരെ ഒരു ചെറിയ ഒരു കാര്യമാണ് രാജാവിനോട് പറയുന്നത്. ആർക്ക് കേട്ടാലും അതിലൊന്നും അപകടം കെണിയിരിക്കുന്നില്ല, പതിയിരിക്കില്ലെന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോകാം. അവർ രാജാവിനോട് പറഞ്ഞത് ഇതാണ്: രാജാവേ, അവിടുന്ന് വളരെ ശ്രേഷ്ഠനായിട്ട് രാജാവായിട്ട് മഹിമയിൽ വാണരുളുമ്പോൾ ഇവിടെ ഒരു കൽപ്പനയുണ്ടാവണം. എന്താണ് ആ കൽപ്പന? 30 ദിവസത്തേക്ക് രാജാവിനെ അല്ലാതെ ഒരു ദൈവത്തെയോ ഒരു മനുഷ്യനെയോ ഒരു ശക്തിയോ ആരും ഭുജിക്കുവാനും ആരും കുമ്പിടുവാനും വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാകരുത്. രാജാവ് വളരെ ശാന്തമായിട്ട് ചിന്തിച്ചു, അതിനകത്ത് എന്ത് കെണിയിരിക്കും? നല്ല കാര്യമല്ലേ, തന്നെ എല്ലാവരും മാനിക്കുന്നു ബഹുമാനിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നൊരു സാധ്യതയല്ലേ ഉള്ളൂ. ആ സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് നീക്കം വരാത്ത പാഴ്സികളുടെയും മേദ്യരുടെയും നിയമം അനുസരിച്ച് അവിടെ മുദ്രയിടുകയാണ്. 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരും പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഇടയാകരുത്. വളരെ ശാന്തമായി ഇത് രാജകൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് എല്ലാ ഇടങ്ങളിലേക്കും വിളംബരം ചെയ്യുവാൻ തക്കവണ്ണം ആളുകളെ അയക്കുകയാണ്. ഈ വിളംബരം ദാനിയേലിൻ്റെ കർണപുടങ്ങളിലെത്തുകയാണ്. ദാനിയേലിനെ സംബന്ധിച്ച് ഇത് തൻ്റെ ജീവൻ മരണ പോരാട്ടമായിട്ട് ദാനിയേൽ കാണുകയാണ്. തന്നെ സംബന്ധിച്ച്, ദൈവഭക്തനായ ദാനിയേലിനെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത നന്മയുടെയും ഉടമ ദൈവമാണെന്നുള്ള തികഞ്ഞ ബോധ്യമുള്ള മനുഷ്യൻ, ഒരു നിമിഷം പോലും തനിക്ക് ആരാധിക്കാതിരിക്കുവാൻ കഴിയില്ലെന്ന് തൻ്റെ ഉള്ളിൽ കുറിച്ചിട്ട മനുഷ്യൻ ഈ കൽപ്പന കേൾക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാകുകയാണ്.
ഒരുപക്ഷെങ്കിൽ പല വിധത്തിൽ ദാനിയേലിന് പ്രതികരിക്കാം. ഞാനും നിങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 10-60 ദിവസമല്ലേ ദേവാലയങ്ങൾ അടച്ചിട്ടിട്ട്, ആർക്കും ഒരു പ്രശ്നമില്ല. ഇനി 6 അല്ല 60 അല്ല 6 മാസമല്ല 6 വർഷം വേണ്ടി വന്നാലും ഒരു പ്രശ്നമില്ല. ഇവിടെയാണ് ദാനിയേൽ വ്യത്യസ്തനാകുന്നത്. ദൈവത്തിൻ്റെ മകനായി ദൈവത്തിൻ്റെ സാന്നിധ്യവും സമീപ്യവും തൻ്റെ ജീവശ്വാസമായി ജീവാത്മാവായും പരമാത്മാവെയും കണ്ട ദാനിയേലിനെ സംബന്ധിച്ച് ഒരു നിമിഷം പോലും ആരാധന മാറ്റിക്കൊണ്ട് തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് കെണിയൊരുക്കിക്കൊണ്ട് തൻ്റെ സഹപ്രവർത്തകർ വരുന്നത്. ദാനിയേൽ ഈ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ ദാനിയേലിൻ്റെ പ്രതികരണം എന്തായിരുന്നു? അതാണ് നമ്മുടെ ചിന്തയിൽ കൊണ്ടിരുന്നത്. ദാനിയേൽ 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു മടക്കയാത്രയാണ്. ഒന്നാമത്തെ ചിന്ത അതിനോട് മടക്കയാത്രയാണ്. എവിടേക്കാണ് മടങ്ങുന്നത്? ആരാധിക്കുവാൻ, പരസ്യമായി ആരാധിക്കുമെന്ന് കണ്ടാൽ തൻ്റെ ജീവൻ അപകടത്തിലാകും. അതുകൊണ്ട് താൻ തീരുമാനിക്കുന്നതാണ് രഹസ്യമാവണം. തൻ്റെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക്. നമ്മുടെ ഇന്നത്തെ ഭാഷകളും വൊക്കാബുലറിയും വളരെ സുന്ദരമാണ്. അതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ ആ വാക്കുകളാണ്. ഒരു സമ്പൂർണ്ണ ലോക്ക്ഡൗൺ അവനുണ്ടാകുകയാണ്. അവനെ ക്വാറന്റൈനിലേക്ക് പോവുകയാണ്. ഒരു ക്വാറന്റൈനിൽ പ്രവേശിക്കുകയാണ്. അവനൊറ്റയ്ക്കാണ്, മറ്റു വഴികളൊന്നുമില്ല. തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. ദൈവപൈതലേ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ നമ്മെ വല്ലാണ്ട് അലട്ടുമ്പോൾ നമുക്ക് ചില മടക്കയാത്രകൾ ആവശ്യമാണ്. അവൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. 119 സങ്കീർത്തനം 54 വാക്യത്തിൽ പറയുന്നു, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു എന്നാണ് പറയുന്നത്. നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. ഞാനും നിങ്ങളും പരദേശിയാണെന്നുള്ള ബോധ്യമുണ്ടോ? പലപ്പോഴും ആർഭാടത്തിൻ്റെ തിമിർപ്പിൽ എല്ലാം മറന്ന്, ഈ പ്രതിസന്ധികളുടെ നടുവിൽ പോലും പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ എല്ലാം മറന്ന് ജീവിക്കുന്ന ചില വേളകളെങ്കിലുമില്ലേ വാസ്തവത്തിൽ? ഇവിടെയാണ് ദാനിയേൽ തൻ്റെ പരദേശിയെ പാർക്കുന്ന വീട്ടിൽ താൻ ദൈവത്തിന് ചേർന്ന് നിൽക്കുന്നൊരു ചിത്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ശാന്തമായൊരു ചോദ്യം നമ്മോട് ചോദിക്കണം. ദൈവമേ, ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ജീവിതത്തെ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് പഠിക്കുമ്പോൾ പ്രതിസന്ധികളിൽ അതിനെ അതിജീവിക്കുവാനുള്ള അനുകരണ ശൈലിയായി ദാനിയേൽ തൻ്റെ ഭവനത്തെ ആരാധനാലയമാറ്റി മാറ്റുന്നെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ പ്രതിസന്ധി, ഈ ലോക്ക്ഡൗൺ കാലത്ത്, ഈ പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്ന കാലത്ത് ആരാധന ഒന്നിച്ചു ചേർന്നു വരുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ എൻ്റെ വീട് ഒരു ആരാധനയാലയം മാറ്റുവാൻ ഈ കഴിഞ്ഞ നാളുകളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഭവനത്തിൽ അതിൻ്റെ വിശുദ്ധിയും നൈർമല്യവും സംരക്ഷിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? എൻ്റെ ഭവനത്തിൽ എൻ്റെ ക്രിസ്തു നടുനായകത്വം വഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ കുടുംബത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുവാൻ, ക്രമപ്പെടുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? പരുമലപ്പള്ളിയുടെ സമീപത്ത് സ്റ്റോറിൽ കിട്ടുന്ന ഒരു ചെറിയ പാട്ടക്കഷ്ണത്തിലുണ്ട്, തകരക്കഷ്ണത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ചെറിയ ബോർഡ് കിട്ടും അവിടെ. ആ ബോർഡിൽ എന്തെഴുതി? ക്രൈസ്റ്റ് ഈസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ്, ആൻ അൺസീൻ ഗസ്റ്റ് ഇൻ എവറി മീൽ, എ സൈലന്റ് ലിസണർ ഇൻ എവറി കോൺവെർസേഷൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഭംഗിയായി ചുറ്റുവട്ടം ലൈറ്റുമൊക്കെ മിന്നിത്തിളക്കി വീടുകളിൽ ഞാനും നിങ്ങളുമൊക്കെ ചേർത്ത് വയ്ക്കാറുണ്ട്. പക്ഷേ എത്ര കുടുംബങ്ങളിലാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളത്? ഈ ലോക്ക്ഡൗൺ കാലത്ത് എൻ്റെ ഭവനത്തെ ഒരു ആരാധനയുടെ ഇടമാക്കി മാറ്റിയെടുക്കുവാൻ എത്ര കർത്തൃദിനങ്ങൾ അതിൻ്റെ വിശുദ്ധിയും നൈർമല്യവും സംരക്ഷിക്കാതെ ഈ ദിനങ്ങളിലൊക്കെ കടന്നുപോയത്. ഇത് ആത്മശോധനയ്ക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഇത് ഞാൻ കണക്ക് കൊടുക്കേണ്ട വിഷയമാണ്. കർത്തൃദിനം തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ആരാധനയ്ക്കായി മാറ്റിവെച്ചിടത്ത് ആരാധന ആലയത്തിലേക്ക് കടന്നു വന്ന് ആരാധിക്കുവാൻ കഴിയാത്ത സാഹചര്യം സംജാതമായപ്പോൾ അതെൻ്റെ ഭവനത്തെ ആ നിലയിൽ മാറ്റി നിർത്തിക്കൊണ്ട് കർത്തൃദിനത്തിൻ്റെ ആ വിശുദ്ധിയും ആ നന്മയും നമുക്ക് നിലനിർത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് ശാന്തമായിട്ട് ചിന്തിക്കണം. ഇവിടെയാണ് ദാനിയേൽ വ്യത്യസ്തനാകുന്നത്. തനിക്ക് പല പ്രതികരണ ശൈലിയുടെയും മാർഗമുണ്ടായിട്ടും താൻ ദൈവാരാധനയിൽ നിന്ന് അകന്നു പോകുവാനോ അത് മാറ്റിവെക്കുവാനോ അത് വേണ്ടെന്ന് വയ്ക്കുവാനോ അല്ല, അവിടുന്ന് ഒളിച്ചോടുവാനുള്ള ശ്രമമല്ല. ബുദ്ധിപരമായി എന്തെങ്കിലും സാധ്യതയോ പഴുതോ, ഒരുപക്ഷെ രാജസന്നിധിയിൽ രാജാവിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ പദവി അലങ്കരിക്കുന്ന വ്യക്തിത്വമാണ്. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പുറകിലെ മാർഗങ്ങളിലൂടെ, ബാക്ക് ഡോറിൽ കൂടെ എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ കണ്ടെത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതിനൊന്നും ശ്രമിക്കുന്നില്ല. താൻ അങ്ങനെയുള്ള മാർഗങ്ങളൊന്നും ശ്രമിക്കുന്നില്ല. ഒരു ബുദ്ധിപരമായ ഒരു ശ്രമം നടത്തുന്നില്ല. ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നില്ല. ആത്മഹത്യ പരിഹാരമായിട്ടല്ല കാണുന്നത്. തനിക്കെതിരെ കെണിയൊരുക്കിയ ആളുകളെ കണ്ടെത്തി അവരോട് ശത്രുതയോടുകൂടി അവരെ നിഷ്കാസനം ചെയ്യാൻ ശ്രമിക്കാമായിരുന്നു. അതൊന്നും ശ്രമിക്കുന്നില്ല. ഇവിടെയാണ് ദാനിയേൽ വ്യത്യസ്തനാകുന്നത്. തൻ്റെ ഭവനത്തെ മനോഹരമൊരാലയമായിട്ട് മാറ്റുകയാണ്. തൻ്റെ ആലയത്തെ മനോഹരമൊരാലയമായിട്ട് മാറ്റുകയാണ്. ഒരു സുന്ദരമായ ദൈവസാന്നിധ്യമുള്ള ഇടമാക്കി മാറ്റുകയാണ്.
താൻ അനുഗ്രഹത്തോടെ കരുണീയമായിട്ടുള്ളതും ഇതാണ്. ആത്മീയതയിലേക്കൊരു മടക്കയാത്ര നമുക്ക് സാധിക്കുമോ? സങ്കീർത്തനക്കാരൻ 121 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായമോട് എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം വരികയാവും. ഒരു ആത്മീയ പെരുമാറ്റ ചട്ടം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. ചില ആത്മീയ മാർഗങ്ങൾ നമുക്ക് ആവശ്യമാണ്. നാം തന്നെ ആലയമായിട്ട് പരിണമിക്കേണ്ടുന്ന ദിനങ്ങളാണിത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം 3 അധ്യായത്തിൻ്റെ 16 വാക്യത്തിൽ സുന്ദരമായിട്ട് പ്രതിപാദിക്കും, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഇടമാണ് ഈ ശരീരമെന്നും ഒക്കെയുള്ള ബോധ്യമുണ്ടാകുക. ആലയം വീട് മാത്രമല്ല, എൻ്റെ ശരീരം പോലും ദൈവ മന്ദിരമാണെങ്കിൽ എനിക്ക് എൻ്റെ ദൈവത്തെ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുവാനായിട്ട് ഈ ദിനങ്ങളിൽ സാധിക്കുന്നുണ്ടോ? ജീവിത പ്രതിസന്ധിക്കുള്ള ശാശ്വത പരിഹാരത്തിൻ്റെ വഴിത്താരകളിലേക്ക് ഒരു അന്വേഷണം നടത്തുമ്പോൾ ദാനിയേൽ നമുക്ക് വിരൽ ചൂണ്ടുന്ന പ്രഥമ മാർഗം ഇതാണ്. പ്രതിസന്ധി നിന്നെ അലട്ടുന്നത് എന്തുമായിക്കൊള്ളട്ടെ, അത് ആരോഗ്യ പ്രശ്നങ്ങളാവട്ടെ, സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ, ദാമ്പത്യ പ്രശ്നങ്ങളാവട്ടെ, നിനക്ക് അസാധ്യമെന്ന് തോന്നുന്ന, പരാജയപ്പെട്ടു പോകുമെന്ന് ഭയാശങ്ക ഉയർത്തുന്ന പ്രതിസന്ധിയാവട്ടെ, ഏത് പ്രതിസന്ധികളാണെങ്കിലും ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലെന്നും ദൈവസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുമ്പോൾ ദൈവം അതിന് പരിഹാരം തരുമെന്നുള്ള തിരിച്ചറിവും ബോധ്യവും നമ്മെ ഭരിപ്പാൻ തക്കവണ്ണം ഇടയാകുമോ? ദാനിയേൽ തരുന്ന ശ്രേഷ്ഠവും ഉദാത്തവും അനുഗ്രഹവും നന്മ നിറഞ്ഞതുമായ വഴിയാണിത്. വാസ്തവത്തിൽ നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ യാക്കോബിനെ നാം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ബത്ശബയിൽ നിന്ന് ഹാറോനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സൂര്യൻ അസ്തമിച്ചു, രാത്രിയായി, മുമ്പോട്ടുള്ള യാത്ര ഇനി സാധ്യമല്ലെന്ന് കാണുമ്പോൾ കേവലം ഒരു കല്ലെടുത്ത് തലേണയെ വെച്ച് കിടന്നുറങ്ങുകയാണ്. രാത്രിയിൽ സുന്ദരമായൊരു സ്വപ്നമാണ്. വിജനപ്രദേശത്ത് രാത്രി അന്തി ഉറങ്ങുമ്പോൾ യാക്കോബ് കാണുന്ന സ്വപ്നം സുന്ദരമാണ്. ഒരു ഗോവണി കാണുകയാണ്. അതിൽ കൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. നേരം വെളുത്തപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് തന്നെ എഴുന്നേൽക്കുകയാണ്. കണ്ണ് ചിമ്മി എഴുന്നേറ്റ് വരുമ്പോൾ താൻ മുമ്പ് ചുറ്റുവട്ടം നോക്കിയിട്ട് ഈ കല്ലിനെ താൻ താലോലിക്കുകയാണ്. കല്ല് നിവർത്തി വെൽക്കുകയാണ്, അതിൽ എണ്ണയൊഴിക്കുകയാണ്, വിളക്ക് കത്തിക്കുകയാണ്. എന്നിട്ട് പറയുന്നൊരു പറച്ചിലുണ്ട്, അയ്യോ ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു, ഞാനോ അത് അറിഞ്ഞില്ല. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ വീടുകളിലും കുടുംബങ്ങളിലും തിരിച്ചറിയാതെ പോകുന്ന സത്യമിത. ഞാനും നിങ്ങളും വസിക്കുന്ന ഇടത്ത് യാക്കോബ് കണ്ട ദർശനമുണ്ട്. അവിടെ ഗോവണിയുണ്ട്. സ്വർഗത്തോളം എത്തുന്ന ഗോവണിയിലൂടെ മാലാഖമാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഇടമാണ് നിൻ്റെയും ഭവനമെന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഇന്നത്തെ പോക്കും ശൈലിയും തീർച്ചയായിട്ടും ഒരു പുനർവിചിന്തനത്തിന് ഇടയാക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് ചേർന്നതാണോ? ഒരു ദൈവാലയത്തിന് ചേർന്ന ചിന്താഗതിയാണോ എൻ്റേത്? എൻ്റെ ശൈലി ആ നിലയിലാണോ? എൻ്റെ കുടുംബ ബന്ധം അതിൻ്റെ പവിത്രത സംരക്ഷിക്കുന്നതാണോ? എൻ്റെ മക്കളോടുള്ള ബന്ധത്തിൽ ഇടർച്ചയുണ്ടോ? സഹോദരി ബന്ധത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടോ? സാമൂഹിക ബന്ധങ്ങളിൽ എനിക്ക് ഇടർച്ചയും ഇകൽച്ചയും ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ആധ്യാത്മികതയിൽ എവിടെയൊക്കെയോ പാളിച്ചകളുണ്ടായിട്ടില്ലേ? ഇത് ആത്മശോധന ചെയ്യണം. നിൻ്റെ ഭവനത്തിൻ്റെ വിശുദ്ധിയും നിർമ്മലതയും സംരക്ഷിക്കുവാൻ ഒരു മടക്കയാത്രയ്ക്കായിട്ട് ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ പിതാക്കന്മാർ പ്രത്യേകിച്ച് 1, 2, 3 നൂറ്റാണ്ടിലൊക്കെ ആരാധനയ്ക്കിടമില്ലാതിരുന്നപ്പോൾ അവർ തൂണിൻ്റെ മുകളിൽ കയറി ധ്യാനിച്ചുവെന്ന് ശമോൻ ദസ്തുനിയെക്കുറിച്ച് പറയുന്നുണ്ട്. പുഴയുടെ അരികിൽ വെള്ളത്തിൽ മുക്കി കാലുകൊണ്ട് മാത്രം വെള്ളം കുടിപ്പിച്ച 5 ദുബ്ദനിൽ നാം ഓർക്കുന്ന മാർ വർസോമയെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വനാന്തരങ്ങളിലും ഗുഹയിലും ഒക്കെ പോയി തപസ്സനുഷ്ഠിച്ച് ജീവൻ ഹോമിച്ച അനേക പിതാക്കന്മാരെ കാണുന്നുണ്ട്. അവർക്കൊക്കെ താനിരിക്കുന്നിടം ആരാധനാലയമായിട്ട് തീരുകയാണ്. ഇവിടെയാണ് ദാനിയേൽ സുന്ദരമായൊരു ചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മരണം മുമ്പിൽ കാണുകയാണ്. ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുവാൻ കൂട്ടം കൂടി നിൽക്കുന്ന ശത്രുക്കളുടെ നടുവിൽ ദാനിയേൽ വല്ലാതെ ഭയവിഹ്വലനായി നിൽക്കുകയാണ്. പക്ഷേ ആ ഭയപ്പാട് തന്നെ നിരാശയിലേക്ക് നയിച്ചില്ല, പിന്മാറ്റത്തിലേക്ക് നയിച്ചില്ല, ഭയന്നോടുവാൻ തന്നെ പ്രേരിപ്പിച്ചില്ല. പ്രത്യുത എനിക്ക് എന്നെ നിർമ്മിച്ചവൻ, എന്നെ ഉരുവാക്കിയവൻ, ഈ പ്രപഞ്ചത്തിലേക്ക് എന്നെ നടത്തുന്നവൻ, അനുദിനം എന്നെ കൈവിടാതെ അനുഗ്രഹത്തോടെ നടത്തുന്ന എൻ്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ ഒരു മടക്കയാത്ര തൻ്റെ ഭവനത്തിലേക്ക്, ഭവനത്തെ ആധ്യാത്മികതയുടെ സ്ഥിരാകേന്ദ്രമായി രൂപാന്തരപ്പെടുത്തുന്ന ദാനിയേലിൻ്റെ സുന്ദരമായൊരു ചിത്രമാണ് അവിടെ കാണുന്നത്. ഞാൻ 1-ാം ഭാഗത്തിന് അവിടെ വിരാമമിടുകയാണ്. ദാനിയേലിനെ പോലെ ആധ്യാത്മിക ജീവിതത്തിലല്ല, ഭൗതിക ജീവിതത്തിലും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൊക്കെ ഏത് പ്രതിസന്ധികൾക്ക് മുമ്പിലും
തളർന്നു പോകാതിരിപ്പാൻ അനുകരണീയമായ ശൈലി ദാനിയേൽ ഇന്ന് തുറന്നു തരുന്നു, ചൂണ്ടിക്കാട്ടുന്നു. നിനക്കൊരു മടങ്ങി വരവ്, ഇന്നത്തെ ശൈലിയിൽ നിന്നൊരു മടങ്ങി വരവ്, നിനക്ക് നിൻ്റെ ഭവനത്തെ വിശുദ്ധിയുടെ പ്രതീകമാക്കി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുമോ? ഇത് ആത്മശോധന ചെയ്യുവാൻ കോണം ഇടയാവട്ടെ. രണ്ടാമത് നാം കാണുന്നത് തൻ്റെ ഭവനത്തിൽ നിന്ന് ആലയത്തിലേക്കുള്ളൊരു കിളിവാതിൽ തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. മാളിക മുറിയുടെ കിളിവാതിൽ താൻ യെരൂശലേമിന് നേരെ തുറന്നിടുന്ന മനോഹരമായ ചിത്രമാണ്. യെരൂശലേം എന്ന് പറയുന്നത് ആലയ ബന്ധം വാസ്തവത്തിൽ വളരെ പ്രതീകാത്മകമായിട്ട് ഇവിടെ നിലനിർത്തുകയാണ്. വീട്ടിലെ ആരാധനയുടെ ഒരു എക്സ്റ്റൻഷനാണ് വാസ്തവത്തിൽ ദേവാലയത്തിലെ ആരാധന. ദേവാലയത്തിലെ ആരാധന എപ്പോഴാണ് പൂർണ്ണമാകുന്നത് ചോദിച്ചാൽ, വീട്ടിൽ പ്രാർത്ഥിക്കാത്തവനും ആരാധിക്കാത്തവനും ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആലയവുമായിട്ടൊരു കണക്ഷൻ, സ്റ്റേ കണക്റ്റഡ്. അത് ഇപ്പോഴത്തെ ഒരു ചിന്തയാണല്ലോ, സ്റ്റേ കണക്റ്റഡ്. അതെ, ആരാധന ആലയവുമായിട്ടൊരു കണക്ഷൻ നമുക്കുണ്ടോ? ഇവിടെയാണ് ഒരുപക്ഷെ ദാനിയേലിന് ആലയത്തിലേക്ക് ചെന്ന് പറ്റാൻ പറ്റാത്ത പ്രവാസത്തിലാണെങ്കിലും ഓരോ ദിവസവും താൻ ആരാധിക്കുമ്പോൾ ആരാധനയുടെ സ്ഥിരാകേന്ദ്രമായ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ആരാധനയുടെ സ്ഥിരാകേന്ദ്രമാണ് യെരൂശലേം എന്ന് പറയുന്നു. യെരൂശലേം ദേവാലയവും യെരൂശലേം തൻ്റെ ജനതയെ സംബന്ധിച്ച് അവർക്കൊരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. ആലയത്തെ ആ ദൈവത്തിൻ്റെ പാദപീഠമായിട്ടാണ് കാണുന്നത്, തമ്പുരാൻ്റെ സിംഹാസനമായിട്ടാണ് കാണുന്നത്, സ്വർഗത്തിൻ്റെ വാതിലായിട്ടാണ് കാണുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു സുന്ദരമായ ഒരു ദർശനമാണ്, അവർക്ക് ഒരു സുന്ദരമായ ഒരു പ്രതീകമാണത് വാസ്തവത്തിൽ. അതുകൊണ്ട് എവിടെ നിൽക്കുമ്പോഴും അവർ ആരാധന ആലയത്തെ അവർ ഒരിക്കലും വിസ്മരിക്കുകയില്ല. അതുകൊണ്ടാണ് 137 സങ്കീർത്തനം 1 വാക്യത്തിൽ ബാബേൽ നദിയുടെ തീരത്തിരിക്കുകയാണ്. ആ നദി സുന്ദരമാണ്, അവർക്ക് എൻജോയ് ചെയ്യാൻ എന്തിനുണ്ട്, അവർക്ക് പാട്ടുപാടാനൊക്കെയുള്ള നല്ല സാധ്യതകളാണ്. പക്ഷേങ്കിൽ അവരുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. എന്നിട്ട് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? അയ്യോ, ഈ അന്യദേശത്ത് നിൻ്റെ പാട്ട് ഞങ്ങൾ എങ്ങനെ പാടും? വീണ്ടും പറയുകയാണ്, ഇവിടെ പറയുകയാണ്, സിയോനെ ഓർത്തപ്പോൾ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്നാണ് പറയുന്നത്. സിയോനെ ഓർത്ത് കരയുകയാണ്. ആരാധന ആലയത്തെ ഓർത്ത് കരയുന്ന ചിത്രമാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പലയിടങ്ങളിൽ ഞാൻ നിങ്ങളെയും കേൾക്കുന്നില്ലേ? ആരാധന ആലയങ്ങളിലൊന്നും പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമല്ലേ ഞാനും നിങ്ങളും ഒക്കെ ആയിരിക്കുന്നിടത്ത്? എത്ര പേർ ഈ നാളുകളിൽ എൻ്റെ ആലയത്തെക്കുറിച്ചൊരു ചിന്ത, തമ്പുരാൻ പറഞ്ഞു എൻ്റെ ആലയത്തെക്കുറിച്ച് എരിവെന്നെത്തിന്ന് കളയുന്നു എന്നാണ് പറയും. എരിവൊന്നും വേണ്ട, ഒന്ന് ഓർക്കുന്ന ഓരോ ഞായറാഴ്ചയും ആരാധന ആലയത്തെ ഒന്ന് ഓർക്കാൻ സാധിച്ചിട്ടുണ്ടോ? എത്ര പേർ എൻ്റെ ആലയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ എന്നാൽ എന്തെങ്കിലും സഹായം എത്തിക്കുവാൻ ഒരുപക്ഷെ ഫിസിക്കൽ പ്രസൻസ് സാധ്യമല്ലാത്ത സ്ഥിതിവിശേഷത്തിൽ ആ ആലയത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി എൻ്റെ ഒരു കൈത്താങ്ങ്, അഭംഗുരം നടത്തുന്ന ശുശ്രൂഷകൾക്ക് എൻ്റെ ഒരു കൈത്താങ്ങ് ചിന്തിച്ചിട്ടുണ്ടോ ഞാനും നിങ്ങളുമൊക്കെ? ആലയത്തെക്കുറിച്ചുള്ള ഓർമ്മയാണ് ആ നിലയിലേക്ക് നമ്മെ നയിക്കേണ്ടത്. ഇവിടെയാണ് തൻ്റെ കിളിവാതിൽ തുറന്നിടുമ്പോൾ ആരാധന ആലയവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. എനിക്കും നിങ്ങൾക്കും നിരന്തരം ഉണ്ടാകേണ്ടുന്നൊരു ബോധ്യമാണ്. പ്രവാസത്തിലായിരുന്ന ജനം മുഴുവൻ ആലയത്തെക്കുറിച്ചുള്ള ചിന്ത ഒരിക്കലും അവർ നഷ്ടമാക്കിയില്ല. പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ദേവാലയം തുറന്നാൽ തന്നെ മടങ്ങിവരവ് എങ്ങനെയുണ്ടെന്നുള്ളൊരു ആശങ്ക ആത്മീയ പിതാക്കന്മാരെ ബാധിച്ചിട്ടുണ്ട്. അവർ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. പല ആളുകളും ഒരുപക്ഷെങ്കിൽ ആരാധനയിൽ നിന്ന് പോലും അന്യമായി പോകുമോ എന്ന ഭയാശങ്കയുണ്ട്. പലപ്പോഴും നമുക്കിതൊന്നൊരു വിഷയമല്ല. ദൈവാലയവുമായിട്ടുള്ളൊരു നല്ല ബന്ധം, എൻ്റെ തമ്പുരാൻ്റെ പാദപീഠമാണെന്നുള്ള തിരിച്ചറിവ്, എൻ്റെ തമ്പുരാൻ്റെ സിംഹാസനമാണെന്നുള്ള തിരിച്ചറിവ്, അവിടെ തമ്പുരാൻ്റെ സ്വർഗത്തിലേക്കുള്ള കവാടമാണതെന്നുള്ള തിരിച്ചറിവ്. അതുകൊണ്ടാണ് യെരൂശലേം ദേവാലയം സമർപ്പിക്കുമ്പോൾ ശലോമോന് ദൈവത്തിൻ്റെ ആത്മാവ് അനുഗ്രഹത്തോടെ ദൂതൻ വന്ന് തട്ടിയുണർത്തി എഴുന്നേൽപ്പിച്ചിട്ട് ശലോമോനോട് പറയുന്ന മനോഹരമായ ഒരു എഴുത്തുകൾ 2 ദിനവൃത്താന്ത പുസ്തകം 7 അധ്യായത്തിൻ്റെ 15ഉം 16ഉം വാക്യങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ സൂചിപ്പിക്കുന്നത്, ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്ത് ഞാൻ ഇതിനെ ശുദ്ധീകരിച്ച് ഇതിനെ സമർപ്പിച്ചിരിക്കുകയാണ്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ് ദേവാലയം. ഇവിടെ എൻ്റെ കണ്ണും കാതും തുറന്നിരിക്കുന്നിടമാണ്, എൻ്റെ ദൃഷ്ടിയും ഹൃദയവും തുറന്നിരിക്കുന്നിടമാണ്. ഇതാണ് ആലയത്തിൻ്റെ പ്രത്യേകത.
അതുകൊണ്ട് കേവലം കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഒരു സൗധമല്ല ആലയം. തമ്പുരാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട്, തമ്പുരാനാൽ അഭിഷേകം ചെയ്യപ്പെട്ട്, ശുദ്ധീകരിക്കപ്പെട്ട്, തമ്പുരാൻ്റെ കാതും കണ്ണും അനുസ്യൂതം തുറന്നിരിക്കുന്ന, ഹൃദയം തുറന്നിരിക്കുന്ന ഇടമാണ് നിൻ്റെ ആലയമെന്നുള്ള ബോധ്യം നിന്നെ ഭരിക്കാറുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ആലയത്തെ നിനക്ക് വിസ്മരിക്കുവാനായിട്ട് സാധിക്കുമോ? ഇവിടെയാണ് ദാനിയേൽ തൻ്റെ കിളിവാതിൽ യെരൂശലേമിനെതിരെ തുറന്നിടുകയാണ്. നമ്മുടെ ചിന്ത ഒരിക്കലും ആലയം അന്യമായ ഒരു ചിന്ത നമുക്കുണ്ടാവരുത്. നമ്മുടെ ചിന്തകൾ ആലയ കേന്ദ്രീകൃതമാവട്ടെ. അമ്മയ്ക്ക് തൻ്റെ മകന് നഷ്ടമായെന്നോ തിരിച്ചറിവുണ്ടായപ്പോൾ അവൾ യെരൂശലേമിലേക്ക് മടങ്ങിയെത്തുകയാണ്. കാരണം ആലയ കേന്ദ്രീകൃത അന്വേഷണത്തിന് മാത്രമേ ഫലം സിദ്ധിക്കുകയുള്ളൂ എന്ന് അമ്മയ്ക്ക് തിരിച്ചറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടസൗഭാഗ്യങ്ങളെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹീതമായ പറുദീസയുടെ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഇടമാണ്, അതിൻ്റെ മിനിയേച്ചറാണ് ദേവാലയം എന്നുള്ള ബോധ്യവും തിരിച്ചറിവും നമ്മെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാവണം. ആലയത്തിൻ്റെ കിളിവാതിൽ യെരൂശലേമിനെതിരെ തുറന്നതുപോലെ നമുക്ക് തുറക്കുവാൻ തക്കവണ്ണം ഇടയാകുമോ? ആലയത്തിൻ്റെ കിളിവാതിൽ നീ തുറന്നില്ലെങ്കിലും ആലയത്തിൻ്റെ കിളിവാതിൽ നിനക്ക് നേരെ തുറന്നിട്ടിരിക്കുകയാണ്. വാർത്താ മാധ്യമങ്ങളുടെ പ്രത്യേകിച്ച് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ഇന്ന് എല്ലാ ആലയങ്ങളിലുമുണ്ട്. കാരണം ആലയത്തിൻ്റെ കിളിവാതിൽ നിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്, നിൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നീ മറന്നാലും നിന്നെ മറക്കാത്തൊരാലയമുണ്ട്. നീ മറന്നാലും നിന്നെ അന്യമാക്കാത്ത ദൈവത്തിൻ്റെ ഇടമാണ് ഈ ആരാധനയുടെ ഇടമെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇവിടെയാവണം. ദാനിയേൽ കാട്ടിത്തരുന്ന ശ്രേഷ്ഠവും മനോഹരവും സുന്ദരവുമായൊരു പ്രതീകമാണ്. തൻ്റെ കിളിവാതിൽ തുറന്നിട്ട് ദൈവാലയവുമായിട്ടുള്ള ബന്ധം വളരെ സജീവമാക്കിയതുപോലെ ഈ അനുഗ്രഹീത നാളുകളിൽ ഒരുപക്ഷെ പരസ്യാരാധനയ്ക്കായിട്ട് നിനക്ക് കടന്നു വന്ന് ആരാധിക്കുവാൻ കഴിയാത്ത ദുസ്ഥിതി ഈ പ്രത്യേക സാഹചര്യങ്ങളുടെ നടുവിലുണ്ടെങ്കിലും നിനക്ക് ആരാധനയുടെ ഇടത്തെക്കുറിച്ചുള്ള എരിവും ഓർമ്മയും ശുഭചിന്തയും നിൻ്റെ മനസ്സിലുണ്ടാകുമോ? അതിനെക്കുറിച്ചുള്ള കരുതൽ നിൻ്റെ മനസ്സിലുണ്ടാകുമോ? ആരാധന ഇടത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമോ? അതുണ്ടാകുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഈ വേദചിന്ത തരുന്നത്. ഞാൻ മൂന്നാമത്തെ ഒരു ചിന്തയോടെ പറഞ്ഞപ്പോൾ എൻ്റെ വാക്ക് നിർത്തുകയാണ്. നിലത്ത് മുട്ടുകുത്തുന്ന ഭക്തനായ ദാനിയേലിൻ്റെ സുന്ദരമായൊരു ചിത്രമാണ്. നിലത്ത് മുട്ടുകുത്തുന്ന ദാനിയേലിൻ്റെ സുന്ദരമായൊരു ചിത്രമാണ് മൂന്നാമത് കാണുന്നത്. താൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നു, തൻ്റെ ഭവനത്തെ സുന്ദരമൊരാലയമാക്കി തീർക്കുന്നു. ആ ആലയത്തിൻ്റെ കിളിവാതിൽ തന്നെ യെരൂശലേമിന് നേരെ തുറന്നിട്ട് ദൈവത്തിൻ്റെ പാദപീഠവും സിംഹാസനവും ആ സ്വർഗത്തിൻ്റെ കവാടവുമായ ദേവാലയത്തെ തൻ്റെ ഭവനത്തോട് ബന്ധിപ്പിക്കുന്നു. തന്നെയുമല്ല, താൻ തന്നെ നിലത്ത് മുട്ടുകുത്തുകയാണ്. നിലത്ത് മുട്ടുകുത്തുന്നൊരു ഭക്തൻ്റെ പൗരസ്ത്യ ആധ്യാത്മികതയുടെ ഉജ്ജ്വലമായൊരു ചിത്രമാണ് നിലത്ത് മുട്ടുകുത്തി നിൽക്കുന്ന മനോഹരമായ കാഴ്ചയെന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ മുട്ടുകുത്തുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യാനാണ്. എപ്പോഴാണ് ദാനിയേൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്? ദാനിയേൽ ലോട്ടറി അടിച്ചപ്പോഴല്ല, ദാനിയേലിന് വലിയ സ്ഥാനമാനം കിട്ടിയതിൻ്റെ നന്ദി സൂചകമായിട്ടല്ല, ഒരു ജന്മദിനാഘോഷത്തിലല്ല, വാർഷികത്തിലൊന്നുമല്ല. മരണം മുമ്പിൽ കാണുമ്പോൾ തൻ്റെ സഹപ്രവർത്തകർ, തന്നോടൊപ്പം നടന്നവർ, തന്നോടൊപ്പം ആരാധിച്ചവർ, തന്നോടൊപ്പം ആയിരുന്നവർ തനിക്കെതിരെ വല്ലാത്ത പ്രതിസന്ധി ഉയർത്തി മരണക്കെണിയുണ്ടാക്കി നിൽക്കുന്ന ആ കാഴ്ച കാണുമ്പോഴാണ് ദാനിയേൽ തീരുമാനിക്കുകയാണ്. ദാനിയേൽ ഒരു തീരുമാനമെടുക്കുക, നിലത്ത് മുട്ടുകുത്തുക. തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന ദാനിയേലിൻ്റെ മനോഹരമായ ചിത്രമാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ മുട്ടുകുത്ത് പൗരസ്ത്യ ആരാധനയുടെ അവിഭാജ്യ ഘടകമാണ്. ഭാരതീയ ചിന്തയിൽ ഇതിന് സാധാരണ പറയുന്നത് സാഷ്ടാംഗ പ്രണാമം ചെയ്യാന്ന്. ശരീരത്തിൻ്റെ 8 ഭാഗങ്ങൾ നിലത്ത് സ്പർശിക്കപ്പെടുകയാണ്. നാം നിലത്തേക്ക് മുട്ടുകുത്തുമ്പോൾ നെറ്റി, അത് ബുദ്ധിയുടെ ഉറവിടമാണ്. നാസാഗ്രം, തമ്പുരാൻ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് മൂക്കിൽ ജീവശ്വാസം ഉതിയെങ്കിൽ എൻ്റെ ജീവശ്വാസം തന്നവനെയാണ് ഞാൻ നമിക്കുന്നത്. നാസാഗ്രം നാം നിലത്തുമുട്ടുമ്പോൾ, കൈയുടെ മുഷ്ടികൾ നാം നിലത്തുറപ്പിക്കുമ്പോൾ പലപ്പോഴും മുഷ്ടി ചുരുട്ടി ഭീഷണിപ്പെടുത്താറുണ്ട്. തമ്പുരാൻ്റെ മുമ്പിൽ നാം മുഷ്ടി നിലത്തുമുട്ടുമ്പോൾ പറയുന്നു, തമ്പുരാനെ, എൻ്റെ ശക്തിയുടെ ഉറവിടം നീയാണ്, അത് ഞാൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. വീണ്ടും കാലിൻ്റെ 2 മുട്ടുകൾ നിലത്ത് സ്പർശിക്കുമ്പോൾ നിൻ്റെ ചലനത്തിൻ്റെ ഉറവിടമാണ് നിൻ്റെ കാൽമുട്ടുകൾ. അത് ഞാൻ ദൈവമേ, നിന്നെ കൂടാതെ ഒരു ചലനം എനിക്കില്ല. 1 ഇഞ്ച് കഴഞ്ച് ഞാൻ ചലിക്കണമെങ്കിൽ നീ വിചാരിക്കണം. അതുകൊണ്ട് എൻ്റെ ചലനങ്ങളെല്ലാം നിൻ്റെ ഹിതപ്രകാരമാകണമെന്ന് പറഞ്ഞ് മുട്ടുകുത്തുക. വീണ്ടും പാദങ്ങൾ നിലത്ത് മുട്ടുകുത്തി കുമ്പിടുമ്പോൾ നാം പറയുന്നു, വിണ്ടുകീറി എൻ്റെ പാദങ്ങളെ, ദൈവമേ എൻ്റെ നടപ്പൊന്ന് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. വിണ്ടുകീറിയ പാദങ്ങളെ ചുംബിച്ചവനാണ് തൻ്റെ ഏകജാതൻ.
ആ വിണ്ടുകീറിയ പാദങ്ങളുമായിട്ട് അലഞ്ഞു നടക്കുമ്പോൾ എനിക്കുള്ള പ്രാർത്ഥന ഇതാണ്. സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന നാം ഉരുവിടുവാൻ സാധിക്കണം. എൻ്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളാമായിരുന്നു. തമ്പുരാന് ഹിതമല്ലാത്തൊരിടത്തേക്കും ഞാൻ യാത്ര ചെയ്യാനിടയാവരുത്. എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നവനാണെന്ന് 139 സങ്കീർത്തനത്തിൽ പറഞ്ഞു. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, എൻ്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം. നീ അറിയാതൊരു വാക്കുപോലും എൻ്റെ നാവിൻ തുമ്പിലില്ല എന്ന് ദാവീദ് പറയുമ്പോൾ ദൈവത്തെ മറന്നും മറികടന്നും മാറ്റി നിർത്തിയും നമുക്ക് ജീവിക്കുവാൻ കഴിയില്ല എന്നുള്ള സത്യമാണ് വെളിപ്പെടുത്തുന്നത്. ഇവിടെയാണ് സുന്ദരമായ ഈ ദാനിയേലിൻ്റെ ചിത്രം, തമ്പുരാൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന ദാനിയേലിൻ്റെ ചിത്രം നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തക്കവണ്ണം ഇടയാവുമോ? ദൈവഹിതത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുവാൻ സാധിക്കുമോ? ആത്മാഭിഷേകത്തിന് വേണ്ടി സെഹിയോൻ മാളികയിൽ ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അവർ നിലത്ത് മുട്ടുമടക്കിയാണ് പ്രാർത്ഥിച്ചത്. ആത്മാഭിഷേകത്തിനായിട്ട് അവർ മുട്ടുമടക്കിയെങ്കിൽ, അതേ ചരിത്രത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യനെ മണ്ണുകൊണ്ട് മെനയുവാൻ തക്കവണ്ണം അവൻ മണ്ണിൽ പൊടിമെനയുവാൻ നിലത്ത് മുട്ടുകുത്തിയെങ്കിൽ, ആ മുട്ടുകുത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രയോ മുട്ടുകുത്തേണ്ടവരാണ് ഞാനും നിങ്ങളും. അതേ, ആ സൃഷ്ടിയുടെ മഹത്വം എവിടെയൊക്കെയോ ഞാൻ നഷ്ടമാക്കിയിട്ടില്ലേ? ആ സൃഷ്ടിയുടെ മഹത്വം എന്നിൽ നിന്ന് പോയിട്ടില്ലേ? എവിടെയൊക്കെയോ വികലതകൾ സംഭവിച്ചിട്ടില്ലേ? എന്തൊക്കെയോ ഡിസ്റ്റോർഷൻ ഉണ്ടായിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നിന്നെ പുനഃസൃഷ്ടിക്കുവാനായി, നിൻ്റെ കുറവുകൾ പോക്കാനായി, നിൻ്റെ ആത്മശരീര ദേഹികളുടെ കുറവുകൾ പോക്കാനായി ദൈവം നിന്നെ മെനയുവാൻ, നിന്നെ പുനഃസൃഷ്ടിക്കായി വിളിക്കുകയാണ്. ആ പുനഃസൃഷ്ടിക്കായിട്ടുള്ള വിളിയാണ് ഓരോ യാമത്തിലെയും പ്രാർത്ഥന. പിതാക്കന്മാർ യാമപ്രാർത്ഥനകളിൽ മുട്ടുകുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് നിൻ്റെ പുനഃസൃഷ്ടിക്കായി ദൈവം ഒരുക്കുന്ന വലിയ സാധ്യതയാണെന്ന് തിരിച്ചറിയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? ശിഷ്യന്മാർ ആത്മാഭിഷേകത്തിന് മുട്ടുമടക്കിയതുപോലെ നമുക്ക് മുട്ടുമടക്കുവാൻ സാധിക്കുമോ? നിൻ്റെ സൃഷ്ടിയുടെ ഇല്ലായ്മകൾ, കുറവുകൾ, അതിൻ്റെ കുറവുകൾ പോക്കാൻ ദൈവം നിന്നെ വിളിക്കുന്ന വിളിയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള മുട്ടുമടക്കലും തിരിച്ചറിയാൻ സാധിക്കുമോ? നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവനാണെങ്കിൽ മറ്റാരുടെയും മുമ്പിൽ നിനക്കൊരിക്കലും മുട്ടുമടക്കേണ്ടി വരില്ല. അതേസമയം നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നതിന് അലംഭാവം കാട്ടിയാൽ വളരെ നിസ്സാരന്മാരുടെ മുമ്പിൽ പോലും നിന്നെ മുട്ടുകുത്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മുട്ടുകുത്താൻ ഇടയാകാതിരിക്കണമെങ്കിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ, നിർമ്മിച്ചവൻ്റെ മുമ്പിൽ, ഉരുവാക്കിയവൻ്റെ മുമ്പിൽ, അനുദിനം നിന്നെ നടത്തുന്നവൻ്റെ മുമ്പിൽ, അനന്ത സാധ്യതകൾ നിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നിന്നെ പൂർണ്ണതയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടവും ആഗ്രഹവും അതാണല്ലോ. സകല പൂർണ്ണതയിലേക്കും വളരുവാനായിട്ടാണല്ലോ ദൈവം ആഗ്രഹിക്കുന്നത്. ആ പൂർണ്ണനാക്കുവാൻ തക്കവണ്ണം തമ്പുരാൻ്റെ മുമ്പിൽ നമുക്കൊന്ന് മുട്ടുമടക്കുവാൻ സാധിക്കുമോ? മനോഹരമായ ചിത്രങ്ങളുണ്ട്. തമ്പുരാനെ ദർശിക്കുവാൻ വിദ്വാൻമാർ വലിയ ബുദ്ധിരാക്ഷസന്മാരായിരുന്നു. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മുമ്പിൽ വന്ന് നിഗളിച്ചു നിന്നുകൊണ്ടല്ല, അവർ മുട്ടുമടക്കി അവരുടെ കാഴ്ചകൾ സമർപ്പിച്ചു എന്ന തിരുവെഴുത്ത് സൂചിപ്പിക്കുന്നത്. യോനാ പ്രവാചകൻ്റെ മനോഹരമായ ചിത്രമുണ്ട്. മത്സ്യത്തിൻ്റെ വയറ്റിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു എന്നാണ് തിരുവചനത്തിൽ നാം സാക്ഷിക്കുന്നത്. അതെ, നമുക്ക് കിട്ടുന്ന ഇടത്ത്, അത് പ്രതിബന്ധങ്ങളുടെ കടലിൻ്റെ അടിത്താട്ടുകളായിക്കൊള്ളട്ടെ, ജീവിതത്തെ വല്ലാതെ ആഞ്ഞടിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിലാവട്ടെ, എവിടെയായിരിക്കുന്നുവോ നിന്നെ മെനഞ്ഞവൻ, നിന്നെ അറിയുന്നവൻ, തമ്പുരാൻ അറിയാതെ അനുവദിച്ചും അറിഞ്ഞുമല്ലാതെ ഒന്നും സംഭവിക്കില്ലെന്നുള്ള തികഞ്ഞ ബോധ്യത്തോടെ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ സാധിക്കുമോ? ദാനിയേലിനെ വ്യത്യസ്തനാക്കിയതാ. പ്രതിസന്ധികളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നപ്പോഴും ദാനിയേൽ നിരാശനാകുന്നില്ല, അവൻ നിഷ്ക്രിയനാവുന്നില്ല, അവൻ ഓടിച്ചോടുവാൻ ശ്രമിക്കുന്നില്ല. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന അനുഗ്രഹീതമായ സുന്ദരമായ കാഴ്ചയാണ് കാണുന്നത്. തിരുവചനത്തിൽ പ്രതിസന്ധികൾ വർദ്ധിതമാകുമ്പോഴും തമ്പുരാനോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന പിതാക്കന്മാരെ കാണാൻ സാധിക്കും. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ സുന്ദരമായൊരു ചോദ്യം ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അയ്യോ യഹോവേ, എത്ര നാൾ അയ്യം വിളിച്ചിട്ട് നീ കേൾക്കാതിരിക്കും? പ്രവാചകൻ്റെ ഒരു സംശയമാണ്. പ്രതിസന്ധികൾ വർദ്ധിതമാകുകയാണ്, ഞാൻ അയ്യം വിളിച്ചിട്ട് നീ കേൾക്കാതിരിക്കും. ഇന്ന് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്ന ചിന്ത ഇത് തന്നെയാണ്. ഒരുപക്ഷെ എവിടെ ചെന്ന് അവസാനിക്കും ഈ പോക്ക്? വല്ലാത്ത പ്രതിസന്ധിയിലൂടെ അല്ലേ? ഒരു പരിഹാരമോ ശമനമോ ഉണ്ടാകുന്നുണ്ടോ? പ്രവാചകനും അങ്ങനെ തോന്നിയത്. എങ്ങനെ ഞാൻ എത്ര നാൾ അയ്യം വിളിച്ചിട്ട് നീ കേൾക്കാതിരിക്കും? പിന്നീട് തിരിച്ചറിവുണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യവും ബോധ്യവും വന്ന് അനുഗ്രഹമായ ഒരു പ്രതികരണ ശൈലിയിലേക്ക് പ്രവാചകൻ മടങ്ങിയെത്തിയിട്ട് 3-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അത്തിവൃക്ഷം തളുക്കുകയില്ല, മുന്തിരി അതിൻ്റെ ഫലം തരികയില്ല,
ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാകും. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകും. ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടാവുകയില്ല. ഒരു ജനത്തെ സംബന്ധിച്ച്, ഒരു സാധാരണ കർഷക കുടുംബത്തെ സംബന്ധിച്ച് അവൻ്റെ ജീവസന്ധാരണത്തിൻ്റെ വഴിയാണ് ഈ മുന്തിരിയും. അവൻ്റെ ജീവസന്ധാരണത്തിൻ്റെ വഴിയാണ് വാസ്തവത്തിൽ ഒലിവും. ഈ വിഭവങ്ങളെല്ലാം, കന്നുകാലികളും ആടുമേടുകളൊക്കെ അവൻ്റെ ജീവസന്ധാരണത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നായി നശിച്ചു പോകുമെന്ന് പറയുമ്പോഴും പ്രവാചകൻ 18-ാം വാക്യത്തിൽ പറയുക, എങ്കിലും ഞാൻ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കും. ദൈവജനമേ, ഈ ഒരു തിരിച്ചറിവുണ്ടാവുമോ? പ്രതിസന്ധി എന്തും ആഞ്ഞടിച്ചുകൊള്ളട്ടെ, നമ്മുടെ മനസ്സിനോ ബുദ്ധിക്കോ എത്തിച്ചേരാൻ കഴിയാത്ത തലങ്ങളിലേക്ക് പ്രതിസന്ധികൾ വർദ്ധിതമായിക്കൊള്ളട്ടെ, പക്ഷെ നിന്നെ അറിയുന്ന, നിന്നെ വഴി നടത്തുന്ന, നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിയുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കുവാനായിട്ട്, തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? എങ്കിലും ഞാൻ യഹോവയെ ഘോഷിച്ചുല്ലസിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് നമ്മെ അനുഗ്രഹത്തോടെ കൊണ്ടെത്തിക്കുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ദാനിയേൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകൾ മടക്കിയത് കൊണ്ട് ഒരിക്കലും ദോഷം വരുന്നില്ല. വലിയൊരു വിടുതലാണ് ലഭിക്കുന്നത്. ആരും സ്വപ്നം കാണുന്നതിനപ്പുറം വിടുതലാണ്. സിംഹങ്ങളെ പട്ടിണിക്കിട്ട ഗുഹയിലേക്ക് ഒരുപക്ഷെങ്കിൽ ദാനിയേലിനെ കൊണ്ട് തള്ളുമ്പോൾ അവരൊക്കെ സ്വപ്നം കൊണ്ടൊരു ചിത്രമുണ്ടായിരുന്നു, കടിച്ചു കീറുന്ന ഒരു സ്വപ്നം. ദാനിയേലിനെ കടിച്ചു കീറുന്നൊരു ചിത്രം അവരുടെ മനസ്സിൽ അങ്കുരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം, ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം, നിന്നെ കൈവിടാത്ത, തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്തൊരു ദൈവം. പ്രവാചകന്മാർ, വേദപണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു, പിതാക്കന്മാർ സൂചിപ്പിക്കുന്ന ചിത്രമുണ്ട്. അവിടെ ദാനിയേലിൻ്റെ മുമ്പിൽ വന്ന് സിംഹം മുട്ടുകുത്തിയെന്ന്. ദൈവത്തിൻ്റെ മുമ്പിൽ ദാനിയേൽ മുട്ടുമടക്കിയത് കൊണ്ട് അവരെ ഉപദ്രവിക്കുവാൻ അവർ ഒരുക്കി വെച്ച സിംഹം വന്ന് ദാനിയേലിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. എത്ര മനോഹരമാണ്! ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാവണം. നമ്മെ കൈവിടുന്ന ഒരു ദൈവമല്ല, നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, പാതി വിഴിച്ച് നമ്മെ തള്ളിക്കളയ ദൈവമല്ല, കൂടെ നടന്നിട്ട് നമ്മെ കാലിൽ ചവിട്ടി നമ്മെ വീഴ്ത്തുന്നൊരു ദൈവമല്ല, നിന്നെ നിന്നയ്ക്കോ പരിഹാസത്തിനോ പാത്രമാക്കുന്നൊരു ദൈവമല്ല, നിന്നെ സൗഖ്യമാക്കുന്നൊരു ദൈവം, നിന്നെ കൈവിടാത്തൊരു ദൈവം, നിന്നെ തള്ളിക്കളയാത്തൊരു ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കുവാൻ തക്കവണ്ണം ഇടയാവുമോ? ദാനിയേൽ ഇന്ന് തുറന്നു തരുന്ന വഴിയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും പ്രതിസന്ധികൾ വർദ്ധിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മാനുഷിക ബുദ്ധിക്ക് അതീതമായി ദൈവികമായ തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന സുന്ദരമായൊരു ചിത്രമാണ് ദാനിയേൽ ഇവിടെ വരച്ചു കാട്ടുന്നത്. രേഖ ചമച്ചുവെന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. തൻ്റെ മാളിക മുറിയുടെ കിളിവാതിൽ താൻ യെരൂശലേമിനെ തുറന്നിടുകയാണ്. നിലത്ത് മുട്ടുകുത്തി തമ്പുരാൻ്റെ സന്നിധിയിൽ അവൻ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ഈ ശ്ലീഹാ നോമ്പിൻ്റെ ശ്രേഷ്ഠമായ സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശിഷ്യന്മാർ അനുഭവിച്ച പ്രതിസന്ധികൾ എത്രയോ വർദ്ധിതമായിരുന്നു. റോമിലെ സുന്ദരമായ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചുവർ ചിത്രങ്ങളൊക്കെ ഉണ്ട്. കയ്യും കാലും ബന്ധിച്ചുകൊണ്ട്, നാവ് കുടിലുകൊണ്ട് നീട്ടിപ്പിടിച്ച് ബന്ധിക്കുവാൻ, അതിനെ ഛേദിക്കുവാൻ ഓങ്ങിയിരിക്കുന്ന വാള് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, തമ്പുരാനെ ഒന്ന് തള്ളിപ്പറഞ്ഞാൽ മതി, നിനക്ക് രക്ഷപ്പെടാം. വേണ്ട, എന്നെ നടത്തിയ, പ്രത്യേകിച്ച് സെയിൻറ്റ് ഇഗ്നാഷ്യസ് പറഞ്ഞൊരു വാക്ക് നമുക്കറിയാം, 86 കൊല്ലം ഒരിക്കലും ഒരു പോറലേൽപ്പിക്കാതെ എന്നെ നടത്തിയ ദൈവത്തെ 86-ാം വയസ്സിൽ ഞാൻ ഉപേക്ഷിച്ചിട്ട് എന്തിന് ഞാൻ പിന്നെ ജീവിക്കണം? അതേ, പിതാക്കന്മാരെ ഭരിച്ച് ചിന്ത ചെയ്താൽ പ്രതിസന്ധികൾ തളർന്നു പോകുന്ന ആരായിരുന്നു? ശിഷ്യന്മാർ തളർന്നു പോയതല്ല. വാസ്തവത്തിൽ തോമസ് അപ്പോസ്തലൻ്റെ ചരിത്രവും അറിയാം. ശൂലം കൊണ്ട് കുന്തേറ്റ് വല്ലാതെ നെടുവീർപ്പിടുമ്പോൾ, വല്ലാതെ പിടയുമ്പോൾ പോലും കുരിശ് ചങ്കോട് ചേർത്ത് വെച്ച് തോമസ് ലീഹ തന്നെ ഉപദ്രവിച്ചതിൻ്റെ മുഖത്ത് നിന്നൊക്കെ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് വ്യത്യസ്തമല്ല, നിനക്കെൻ്റെ ശരീരത്തെ കൊല്ലാം, എൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല. ശരീരത്തിനേക്കാൾ വലുതാണ് ആത്മാവെന്ന തിരിച്ചറിവ് പിതാക്കന്മാരെ ഭരിച്ചത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ നോമ്പിൽ എല്ലാം മറന്നുകൊണ്ട് ഭക്തിയോടെ കടന്നു വരുന്നത്. ഈ അനുഗ്രഹീത നോമ്പിലൂടെ നാം തീർത്ഥാടനം തുടരുമ്പോൾ ദൈവപൈതലേ, വല്ലാത്ത പ്രതിസന്ധി ലോകമെമ്പാടും ആഞ്ഞടിക്കുമ്പോൾ, വ്യക്തി, കുടുംബ, സാമൂഹിക, സഭാപരമായ ജീവിതത്തിലൊക്കെ പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അനുഗ്രഹരമായ ഒരു പ്രതികരണ ശൈലി, ശ്രേഷ്ഠമായൊരു ക്രൈസ്തവ പ്രതികരണ ശൈലി, ദൈവികമായൊരു പ്രതികരണ ശൈലി ദാനിയേൽ നമുക്ക് തുറന്നു തരിക. ഒരു മടങ്ങി വരവിനുള്ള വിളി നിൻ്റെ ഭവനത്തിലേക്ക്, ആ ഭവനത്തെ ഒന്ന് ആരാധനാലയമാക്കി മാറ്റിക്കൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? ആരാധനാലയം നീ വീട്ടിലേക്ക് ആക്കി കഴിയുമ്പോൾ
ദേവാലയത്തെ മറക്കുകയല്ല. ദേവാലയത്തിലേക്കുള്ള കിളിവാതിൽ തുറന്നിട്ട് ആലയത്തുമായിട്ടുള്ള ബന്ധം ഒന്ന് ലൈവായിട്ട് നിലനിർത്തുവാൻ നിനക്ക് സാധിക്കുമോ? തീർന്നില്ല. നിന്നെ സൃഷ്ടിച്ചവൻ്റെ മുമ്പിൽ നിൻ്റെ സൃഷ്ടിയുടെ കുറവ് പോക്കുവാൻ തമ്പുരാൻ മണ്ണിൽ മുട്ടുകുത്തിയെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഒരു പുനഃസൃഷ്ടിക്കായിട്ട് നിനക്ക് നിന്നെ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാകുമോ? തീർച്ചയായിട്ടും ഈ ധ്യാന ശുശ്രൂഷകൾ എന്നെ വ്യത്യസ്തയിടങ്ങളിൽ കേൾക്കുന്ന ദൈവമക്കൾക്ക് ഈ ധ്യാന ചിന്തകൾ ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള അനുകരണീയ മാർഗം ഉൾക്കൊണ്ടുകൊണ്ട് ആധ്യാത്മികതയുടെ പൂർണ്ണതയിലേക്ക് വളരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കി തന്നത് എൻ്റെ സ്നേഹിതനും പരുമല സെമിനാരിയുടെ മാനേജരുമായിരിക്കുന്ന വന്ദ്യനായ MC കുര്യാക്കോസ് അച്ഛനാണ്. ആ കുര്യാക്കോസ് അച്ഛനോടും മന്ദിർ റമ്പാച്ചന്മാരോടും ഒക്കെ, പ്രത്യേകിച്ച് പരുമല സെമിനാരിയുടെ മാധ്യമ വിഭാഗമാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മുമ്പിലുണ്ട്. അവരാണ് വാസ്തവത്തിൽ ഗ്രിഗോറിയൻ ടിവിയുടെ അണിയറ പ്രവർത്തകർ. അവർക്ക് മറ്റു പല മേഖലകളിലൊക്കെ പോയാൽ ഉന്നതമായ പ്രതിഫലം കിട്ടുമെങ്കിലും അവർ ദൈവിക ശുശ്രൂഷയായിട്ട് കണ്ടുകൊണ്ട് ഈ വലിയ ദൗത്യം നിർവഹിക്കുക. ഗ്രിഗോറിയൻ ടിവിയുടെ പ്രവർത്തനങ്ങളെ ഞാൻ ശ്ലാഘിക്കുന്നു. ലോകമെമ്പാടും തമ്പുരാൻ്റെ സുവിശേഷം എത്തിക്കുവാൻ അവരുടെ ശ്രമങ്ങളെ ഞാൻ ശ്ലാഘിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന കുര്യാക്കോസിനോടും വന്ദ്യനായ യൂഹാൻ റമ്പാച്ചൻ മറ്റ് പിതാക്കന്മാരോടും പരിശുദ്ധ സഭയോടുള്ള പ്രതിബദ്ധതയിൽ നിന്നുകൊണ്ട്, പിതാക്കന്മാരുള്ള വിധേയത്വത്തിൽ ഞാൻ നിന്നുകൊണ്ട്, എല്ലാവരുള്ള സ്നേഹവും എല്ലാവരോടുമുള്ള നന്മയും അറിയിച്ചുകൊണ്ട്, പ്രാർത്ഥനയെ അറിയിച്ചുകൊണ്ട്, ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട്, എൻ്റെ ശിരസ്സ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.